أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ചെറിയ മക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും സദസ്സിലിരുന്ന് വർക്കത്ത് കിട്ടും, പിന്നീടത് ശരിയാവും. ഇപ്പോൾ സീസണല്ലാത്ത സമയത്ത് വിൽക്കിട്ട് വരാൻ മഴ പെയ്യുമ്പോൾ മുളക്കുമല്ല. ഇനി എന്താ പറയാൻ പോകുന്നറിയോ? കുറച്ച് മുഖദ്ദിമാത്ത് പഠിക്കാനുണ്ട്. മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു വതആല അൻ ഹജബക അൻഹു ബിമാ ലൈസ ബിമൗജൂദിൻ മഅഹൂന എന്നുള്ള മത്തിനുണ്ട്. എന്താ മുഖദ്ദിമാത്ത് പഠിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീമാണ്, അല്ലേ? ഖദീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയതെന്ന്, അത് ഭാഷാർത്ഥം. അല്ലാഹു തആലാക്ക് മുമ്പ് അവന് ഒരു അദമ് ഇല്ലായ്മ കഴിഞ്ഞിട്ടില്ല. ഇനി ഇല്ലായ്മ പിന്നീട് വരികയും ഇല്ല. ഇതാണ് എന്തിൻ്റെ വായന? ഖദീം. അപ്പം അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും ഹാദിസ്. അപ്പോൾ ഖദീം ഒന്ന് മാത്രം. ഒന്നെന്ന് പറഞ്ഞാൽ അള്ളാഹു, അള്ളാഹു സിഫാത്ത്, അത് മൊത്തത്തിൽ ഒന്നായിട്ട് കൂട്ടാം. മറ്റുള്ള എല്ലാ വസ്തുക്കളും മിനൽ അർശി ഇലൽ ഫർശ് എന്ന് പറഞ്ഞാലോ, ഉപരിലോകത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് വരെ എണ്ണിയ എന്ത് വസ്തുക്കളുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ഹാദിസാണ്. ഈ ഹാദിസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു കാലത്ത്. ഇനി ഇല്ലായ്മ വന്ന് ചേരുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഖദീമിൻ്റെ നേരെ എതിരി. അപ്പോൾ ഈ ഹാദിസ് ഖദീമിനെ അപേക്ഷിച്ച് എന്തല്ല? പക്ഷേ ഒന്നുമല്ല, ഒരു സ്ഥാനത്ത് വെക്കാനുണ്ടാവില്ല. അതായത് ഖദീമും ഹാദിസും തമ്മിൽ ചേർത്ത് വായിച്ചിട്ട് താരതമ്യം ചെയ്യാനൊന്നുമില്ല. എന്തുകൊണ്ട്? ഖദീമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം വലുതാണ്. ഹാദിസിൻ്റെത് നന്ന പോക്കും. അതിനൊന്ന് രണ്ട് ഉദാഹരണം നോക്കാം. ഇപ്പോൾ നവാസ് ഉസ്താദിൻ്റെ കയ്യിൽ 5 മില്ലി അത്ര തട്ടുന്ന കുപ്പിയിൽ ഈ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് ഇത് കടലിൻ്റെ കരക്ക് പോയിട്ട് നിന്നു. അപ്പോൾ കടലിലും വെള്ളമുണ്ട്, ഉണ്ട്, കുപ്പിയിലും വെള്ളമുണ്ട്. ഇത് താരതമ്യം ചെയ്താട്ടെ എന്താ ഉണ്ടായാലേ? കടലിലെ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് കുപ്പിയിലെ വെള്ളം ഒരു ശൈവല്ല. ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലേ ഇല്ലതും പറയാം, അല്ലേ? ഒരു ഉദാഹരണം മനസ്സിലായ. ഇനി നട്ടുച്ച വെയിൽ, സൂര്യൻ ഉദിച്ച് ഇങ്ങനെ പറമ്പ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാളെ കയ്യിൽ എന്തുണ്ട്? ചെറിയ പെൻടോർച്ചിൻ്റെ ബൾബുണ്ട്. ആ ബൾബോടെ കത്തിച്ച് വെച്ചാൽ ലൈറ്റ് എന്തിനുണ്ട്? സൂര്യനുമുണ്ട്, പിന്നെ ഈ ബൾബിനുമുണ്ട്. പക്ഷെ സൂര്യൻ്റെ ഈ പ്രകാശത്തിലേക്ക് ചേർത്തിട്ട് ഈ ബൾബിൻ്റെ ലൈറ്റ് എന്തിനു മതി? അവിടെ ചോദിക്കുക, ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അപ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന ഇടയിലാണെന്നുണ്ട് മുമ്പ് ഇല്ലായ്മ, ശേഷം ഇല്ലായ്മ. അപ്പോൾ രണ്ട് ഇല്ലായ്മൻ്റെ ഇടയിലാണ് ഹാദിസിൻ്റെ വജൂദുള്ളത്. ശരിക്കും മനസ്സിലായി? അഖീദിൻ്റെ സബ്ജക്റ്റാണ് ഇത്. ഖദീമിലേക്ക് ചേർത്ത ഒരു ശൈവല്ല. അതുകൊണ്ട് സൂഫിയാക്കളായ മഹാന്മാർ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി മാരിഫത്ത് കിട്ടുമ്പോൾ ഈ പടപ്പുകൾ എന്താക്കും? വിലയിരുത്തും. പടപ്പുകളെ വിലയിരുത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിട്ട് ഇത് ശൈവല്ല എന്ന്. അപ്പം പറ്റ നിഷേധിക്കുന്നുണ്ടാവും. പറ്റ നിഷേധിച്ചാൽ ലറൂറിയാത്ത് നിഷേധിക്കലാവും. കാരണം ആകാശമുണ്ട്, ഭൂമിയുണ്ട്, പള്ളിയുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ടെന്ന് ബുദ്ധിയുള്ള ആളെ സമ്മതിക്കുന്നതന്നെ. ഇനിയോ
ഖുർആനിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി, ഇബിലിനെ നോക്കുന്നില്ലേ, ആകാശം നോക്കുന്നില്ലേ, ഈത്തപ്പന നോക്കുന്നില്ലേ, പഴവർഗ്ഗങ്ങൾ നോക്കുന്നില്ലേ? അപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ദറൂറിയാത്തിനെയും ഓറ് നിഷേധിക്കൂല, പിന്നെന്തുണ്ട്, ശറഈനെ നിഷേധിക്കൂല. അപ്പോൾ അള്ളാഹു പടച്ച വസ്തുക്കളെ തള്ളിപ്പറയുന്നു എന്ന ആരോപണം അവരുടെ പേരിലില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ശുഹൂദിലേക്ക് അവരുടെ ശ്രദ്ധ പതിയുന്ന അവസരത്തിൽ ഇതെന്തല്ല, ഒരു ശൈവല്ല, അതിന് ഉജൂദുമില്ല, ളുഹ്റുമില്ല, നഫ്ഉമില്ല, എല്ലാം അങ്ങ് കിട്ടിയിട്ട് വേണം. ഇതേ ഉണ്ട് എന്ന് ചർച്ച ചെയ്യുമ്പോഴേക്കന്നെ അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഇല്ല എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതെല്ലാം ഇപ്പം ഉണ്ടായാലേ അതാണ് നമ്മൾ ചർച്ച. എന്തുണ്ട്? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നു പറഞ്ഞോ, അവൻക്ക് ഖഹർ എന്ന ഒരു വസ്തു, ഖഹർ സിഫത്തുൽ ഫീലാണ്. അവിടെയല്ല ഖഹാർ, ഖഹാർ എന്ന ഇസ്മ, അതായത് അവൻ്റെ കുദറത്ത് കൊണ്ടും അവൻ്റെ പവറും ഉപയോഗിച്ച് എന്താക്കും, എല്ലാ സാധനത്തിനെയും പിടിച്ചടക്കി കളയും. പിന്നെ അതിന് ഒന്നുമില്ല. ഇതല്ലേ ഖഹർ, ഖഹാർ, ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഖഹർ ഉപയോഗിച്ച് എന്താക്കുന്നറിയോ, നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് എന്താക്കുന്നറിയോ, വലിയ വിടെല്ലാം തടഞ്ഞിടും. ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ നവാസ് ഉസ്താദിനെ വന്ന് വരുമ്പോൾ റോഡിൻ്റെ ബലങ്ങനെ ഒരു മുള ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? ഭൂമിയിലൊരു മുള. എന്തിനാന്ന്? അങ്ങോട്ട് പോകരുത്, അതിലേ പോകാൻ പാടില്ല, നോ എൻട്രി. നമ്മളെ കാറിൻ്റെ പവറിലേക്കും നമ്മളെ പവറിലേക്കും ചേർത്താൽ ഈ മുളക്ക് വല്ല സാധനം ഉണ്ടാകും അല്ലേ? അതവിടെ വെച്ചപ്പോൾ നോ എൻട്രി ആക്കുകയും ഇപ്പുറത്തെ ചുറ്റി വരികയും ചെയ്തു. ഇവിടെ എന്താ ചെയ്യുന്നത്? നിസ്സാരമായ മുള ഉപയോഗിച്ച് കൊണ്ടെന്താക്കി കഴിഞ്ഞാൽ പോക്ക് വരവിനെ തടഞ്ഞു, ഖഹറാക്കി. ഈ ഉദാഹരണം ശരിക്കും മനസ്സിലാക്കിയ ഹിക്കമ തിരിഞ്ഞു, തിരിയാത്ത വിഷയം ഹിക്കമില്ല. മനസ്സിലായില്ലേ? അബൂജഹലും ആൻഡ് പാർട്ടി കുറേ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഹിജ്റ പോകുന്ന അവസരത്തിൽ പിടികൂടാൻ വേണ്ടി പല അന്വേഷണം നടത്തി. മത്സരമാണ് അന്വേഷണത്തിൽ. 100 ഒട്ടകം കിട്ടും. ഒരാൾക്ക് വേണ്ടി 100 ഒട്ടകം. അപ്പോൾ രണ്ടാളെ പിടിച്ചാൽ എത്ര? 200 ഒട്ടകം കിട്ടും. അതിന് വേണ്ടി എന്താ, അവർ 6 സൗർ വരെ എത്തി. 6 സൗറിൽ ആരുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും രണ്ടാളും ഇതല്ലേ. പക്ഷേ ശത്രുക്കളെ തൊട്ട് അല്ലാഹു തആല തടഞ്ഞതിനെ കൊണ്ടാണ്. മാടപ്രാവ് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ പറന്ന് കളയുന്ന മാടപ്രാവ്. പിന്നെ ഏറ്റവും ബലഹീനമായ ഔഹനൽ ബയൂത്തിൽ ബൈത്തുൽ അങ്കബൂത്ത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അങ്കബൂത്തിൻ്റെ മണ്ണാമ്പല കൊണ്ടാണ് എന്താക്കി തടഞ്ഞത്. അതെ, ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബലിയത്തി ലം തൻസുജ് വലം തഹ്മി. ഇവിടെ കണ്ട നിസ്സാരമായ 2 വസ്തുക്കൾ. ആ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കിയിട്ടുണ്ട്? ശത്രുക്കളത്തെ അല്ലാഹു തആല മടക്കി വെച്ചിട്ടുണ്ട്. ഓരോ ചിന്തയും നോട്ടവും എല്ലാം അല്ലാഹു തആല എന്താക്കി? ഖഹർ ചെയ്താണ് വെച്ച്. അപ്പം സംഗതി മനസ്സിലാകുന്നുണ്ടാകും അല്ലേ? അടുത്ത കാലത്ത് ഈ കൊറോണയോടൊക്കെ പറഞ്ഞ് കൊറോണ എന്താ സാധനം എന്ന് പറഞ്ഞേ, റസീദ് പറഞ്ഞ ഈ കൊറോണ എന്ന് പറഞ്ഞ അയ്യുഷയും ഇത് ആരും ഇതിനെ കണ്ടിട്ടില്ല. ഇത് പറയുന്ന ആളുകളും കണ്ടിട്ടില്ല. ഈ കൊറോണനെ വെച്ചിട്ട് എന്താക്കിയെന്ന് അറിയാം? ലോകം ഒട്ടാകെ വന്നാക്കില്ലേ കുറേ കാലം. മക്കത്തും മദീനത്തും പോലും ആളില്ലാതെ ചുറ്റുപാട് വന്നു. എത്ര കട കൂട്ടിക്കിടന്നു. ശക്തമായ അതിസ്പീഡിലോടുന്ന തീവണ്ടി തടഞ്ഞു നിർത്തി. അവിടെ മൂലം കിട്ടും. തീവണ്ടിൻ്റെ പവർ നോക്കിയിട്ട് എത്ര ഉണ്ടാവില്ല കപ്പാസിറ്റി. അതാണ് തടഞ്ഞിട്ടില്ലേ? ഇതെന്താ ഇവിടെ നടന്നത്? അള്ളാഹുവിൻ്റെ കഹരീയത്ത് എന്താക്കുന്നത്? നിസ്സാരമായ സാധനത്തിൽ കൂടി എന്താക്കും? മറ്റുള്ളതിനെ തളർത്തിക്കളയുന്നു. അത് അള്ളാഹിൻ്റെ കഹിയ്യത്താണ് നടക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഫീനഫ്സിലേക്ക് നോക്കിയാൽ ഈ കൊറോണ എന്തിനു മതിയത്?
കൊറോണയെ വെച്ച് തീവണ്ടിയും ഓടിയാൽ കൊറോണ ഉണ്ടാവും അവിടെ പശുമതി വെള്ളം ഉണ്ടോ? തീവണ്ടി പോയിട്ട് സ്കൂട്ടർ ഓടിയാൽ നിൽക്കുമോ? ചതഞ്ഞു പോകില്ലേ? അപ്പം ഈ പറഞ്ഞതിനെല്ലാം എന്താ മനസ്സിലാകുന്നുണ്ട്? അള്ളാഹുവിൻ്റെ ഖഹറ് വല്ലാത്ത പ്രയോഗം. അള്ളാഹുവിനെ കൊണ്ട് ചേർത്താൽ ഒരു സാധനം ഒന്നും അല്ലാത്ത സാധനം കൊണ്ട് എന്താക്കും? വലിയ മനുഷ്യനെ തടഞ്ഞിടും. എന്നാണ് എനിക്കിപ്പോൾ വേണ്ട ഒരു നൂല് കിട്ടിയിട്ട് കിടന്ന് നമ്മളെ പുതിയ റോട്ടുമുറയെ കൂടി പോകുമ്പോൾ എക്സൈറ്റ് അതിൽ കൂടി പോകാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നൂല കിട്ടിയത്. പോകുന്ന വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നൂലെന്തിനു മതി? എന്തുകൊണ്ട് പോയില്ല? മതി. എന്തുകൊണ്ട് പോയില്ല? അവിടെ ഒരു കഹരിയത്ത് ഉപയോഗിച്ച്. അപ്പം നൂലായാലും വാഹന ഗതാഗതം തടയും എന്നതിലേക്ക് എത്തി. ഈ പറഞ്ഞിടത്തോളം കുറേ വൽഹാസിന് കാര്യം മനസ്സിലായില്ലേ? ഇനി നോക്ക്, അള്ളാഹുവിൻ്റെ ഷുഹൂദിനെ തൊട്ട് മനുഷ്യനെ തടഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ ചിന്തിക്കണം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഷാഹിദായ മനുഷ്യനുണ്ട് ഇവിടെ, മഷഹൂദായ അള്ളിയുണ്ട് ഇവിടെ. അള്ളാഹുവിൻ്റെ ഷുഹൂദിനെ തൊട്ട്, ഷുഹൂദ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണലല്ല, കണ്ണുകൊണ്ട് കാണൽ പരലോകത്തേക്ക് നിർത്തി. അത് പരലോകത്ത് മാത്രം. ഈ ലോകത്ത് കിട്ടിയത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജിൻ്റെ രാത്രി ഇത് പരലോകത്ത് മോമിനീങ്ങൾക്ക് കാണിക്കാൻ വെച്ചത് അള്ളാൻ്റെ ഹബീബിനെ എന്താക്കി കാണെ കൂട്ടി കാണിച്ചു കൊടുത്തെന്ന് മാത്രം. രണ്ടും ഒന്ന് തന്നെ. അപ്പം റാത്ത് മറന്നിട്ടുണ്ടാവും. പക്ഷേ അവൻ്റെ അൻവാറു സിഫാത്ത്, അൻവാറുൽ അസ്മാ എല്ലാം വെച്ചുകൊണ്ട് എന്താക്കുക? ഷുഹൂദ് ഉണ്ടാവും. ഈ ഷുഹൂദ് എന്ന് പറഞ്ഞത് പരലോകത്തിലുള്ള ലിഖാഇൻ്റെ ഒരു നേടലാണ്, ഒരു നിശാനി. അപ്പോൾ പരലോകത്തിൽ ലിഖാഅാണ് ഏറ്റവും വലുത്. അതിന് മുമ്പിൽ കടപിടിക്കുന്നൊന്നില്ല, അല്ലേ? ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഷുഹൂദാണ് ഏറ്റവും വലുത്. ഫൽ മഖ്സിദുൽ അഖ്സൽ മുശാഹദത്തുൽ ഉലാ. എവിടെ? അതൊക്കെ പറഞ്ഞില്ല. قال الإمام السهروردي قدس فالمقصد الأقصى المشاهدة العلى. ഉന്നതമായ മുശാഹദയാണ് എവിടെയുള്ളത്? ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം അവിടേക്ക് എത്തുക. അതിൻ്റെ അപ്പുറം ഈ ലോകത്ത് കൊടുക്കാറുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പടി ഉയരൽ മാത്രം ഇതല്ലേ. എന്നാൽ പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ട് മുശാഹദ ഉണ്ടായില്ല? എന്താണ് ഇവിടെ തടസ്സം നിന്നത് എന്ന ചോദ്യം. എന്തിൻ്റെ കെയറോഫിലാണ് മുശാഹദ കിട്ടാതെ തടഞ്ഞിടപ്പെട്ടത്, അല്ലേ? അപ്പം നോക്കുക, ആ റോട്ടിലേക്ക് കൂടി പോക്ക് മുടക്കിയ വസ്തു എന്താന്നു, അല്ലേ? അതിലൊരു ആധികാരികത ഉണ്ട്, ഒരു കഹിരിയത്ത്, അല്ലേ? ഒരു ആജ്ഞ, നോ എൻട്രി എന്നുള്ളൊരു ആജ്ഞ ഉണ്ടതിനുള്ളിൽ. ഇതേമാതിരി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അധികം ആളുകൾക്കും എന്തില്ല? മുശാഹദയിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ലിമാക്കൊരു ഉത്തരം കാണണം. മനുഷ്യനെ അല്ലാഹു തആല തടഞ്ഞിട്ടിരിക്കുകയാണ്. എന്താ തടസ്സമായ ഹിജാബ്? തടയുന്ന വസ്തുവിനാണല്ലോ ഹിജാബ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഹിജാബ് ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് പറയാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടെ. ഒന്ന് ദുന്യാവ് മൊത്തം പറയാം. ദുന്യാവിലുള്ള മത്തായികൾ, മനുഷ്യൻ ഷഹവാത്തിന് വേണ്ടി മുത്തഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മത്തായികളും അള്ളാഹുവിൻ്റെ ഷുഹൂദിനെ തൊട്ട് തടയും, ഇല്ലേ? ഈ മത്തായികളാണെങ്കിൽ ഹാദിസ. അപ്പം അള്ളാഹിൻ്റെ കദീമായ വജൂദിൻ്റെ മുമ്പിൽ ഈ മത്തായിന് വല്ല സ്ഥാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉന്നതരായ മനുഷ്യൻ എന്താക്കി? അള്ളാഹു തആല ഈ മത്താവ് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞ്. ഇതെന്താണ്? അവൻ്റെ കഹരിയത്തിൻ്റെ ലക്ഷണമാണ്. ഈ ഹിജാബ് അങ്ങ് തീർന്നുവെങ്കിൽ എല്ലാവരും മുശാഹിദികളായിരിക്കും. അതുപോലെ ശൈത്താൻ്റെ ഹിജാബാണ്. ശൈത്താൻ്റെ വജൂദ് അള്ളയിലേക്ക് ചേർത്തുമ്പോൾ എന്തെങ്കിലും മതിയാ എത്തൂ. അത് നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഷുഹൂദ് കിട്ടണമെങ്കിൽ ഇത് മദാഹിറാക്കി വെക്കണം. ഇതിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ അലമത്തും കുദ്റത്തും. അപ്പോൾ ഈ ഹിജാബ് മഹജൂബികളോടല്ലേ പറയുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഷുഹൂദിൻ്റെ അഹലുകാരൻ സംസാരിക്കില്ലല്ലോ. നമുക്ക് ഷുഹൂദിനെ തൊട്ട് തടഞ്ഞിടപ്പെട്ടവരോടാണ് സംസാരം. ഓരോട് സംസാരില്ലല്ലോ.
ഓരോ തടഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പം അതാണ് പറയുന്നത് എന്തെന്ന് മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖഹറിൻ്റെ വുജൂദുമ്മൽ അറിയിക്കുന്ന കാര്യമാണ് എന്ത്? അൻ ഹജബക, നിന്നെ തടഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തടയപ്പെട്ട ആളോടെ സംസാരം. സുബൂദിൻ്റെ അധികാരോട് സംസാരില്ല, തടയപ്പെടാത്ത ആളോട് തടഞ്ഞെന്ന് പറയണ്ടപ്പോൾ നിങ്ങൾക്ക് നിഷ്കരി. ആ അതുകൊണ്ടാണ് മുസന്നിഫ് എന്താ പറഞ്ഞത്? ഖിതാബുൽ ആമത്തിന്നാസ്, ആമത്തുന്നാസിനോടാണ് സംസാരം, സുഹൂദിൻ്റെ അധികാരോടെല്ലാം. കണ്ടില്ലേ ആ ചെറുക്കം മക്കത്തുള്ള നോക്ക്. അപ്പോൾ അവൻ്റെ കഹരീയത്തിൻ്റെ ലക്ഷണമാണ് കണ്ടത്. എന്തുകൊണ്ടാണ് തടഞ്ഞത്? അപ്പം ഹജബക്ക എന്ന് പറഞ്ഞാൽ നിന്നെയാ തടഞ്ഞത്, അള്ളാഹ്ക്ക് തടസ്സമില്ല. അപ്പം അള്ളാഹിനെ പറ്റി മഹജൂബ് എന്ന് പറയാൻ പാടില്ല. മഹജൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മറ്റൊരു സാധനം തടഞ്ഞു എന്ന് അർത്ഥം ഉണ്ടാക്കി. അതേ അവസരത്തിൽ റാസിമാം എന്താ പറഞ്ഞാൽ മുഹത്തജിബ് എന്ന് പറയാം. മുഹത്തജിബ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? അതാ മറ ഈ ഭാഗത്താണ്. നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫാൻ കണ്ടില്ലേ അല്ലേ? ആ ഫാനിലുള്ള മൂടിക്കെട്ടിയിൽ ഇങ്ങനെ നോക്കിയാൽ ആ ഫാൻ കാണുമോ? എന്തുകൊണ്ട്? മഹജൂബായി. എന്തുകൊണ്ട് മൂടിക്കെട്ടിയിൽ പുതപ്പ് കൊണ്ട് മൂടിയപ്പോൾ അത് മഹജൂബായി അല്ലേ? അത് മൂടിക്കെട്ടിയിൽ നമ്മളെ കണ്ണിന് നോക്കുന്നൊരാൾക്ക് ഇങ്ങനെ തുണി വെട്ടി കണ്ടാ, ഇതിൻ്റെ പേര് നോക്കിയട്ടെ, കാണൂല. പക്ഷെ ആടുണ്ട മറ കാണുന്നു എനിക്ക് മറ, അതാണ് മുഹത്തജിബ്. അപ്പം അള്ളാഹിൻ്റെ ഭാഗത്ത് ഹിജാബില്ല. അള്ളാഹിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ആളെ ഭാഗത്താണ് എന്താക്കുന്നത്? ഹിജാബ്. ആ ഹിജാബ് ഇട്ട സാധനം എന്താണെന്ന് എടുത്തു നോക്കിയാൽ മാ ലൈസ ബി മൗജൂദി മഹു, അള്ളാഹിനെ കൊണ്ട് ചേർത്ത് വെച്ചാൽ മൗജൂദേ അല്ലാത്ത ഒരു ഹാദിസായ വസ്തു. അപ്പം മൗജൂദല്ല എന്ന് പറഞ്ഞാൽ തീരെ മൗജൂദില്ല എന്ന അർത്ഥം അതുമല്ല. കാരണം സൂഫിയാക്കളുടെ ഭാഷയിൽ മൗജൂദ് എന്ന് പറയണമെങ്കിൽ കദീമിനെ പറയുള്ളൂ. ഭാഷയിൽ എന്തോ പറഞ്ഞു, സൂഫിയാക്കൾ ഇസ്ലാഹിൽ മൗജൂദ് തുടങ്ങുക ആദ്യത്തിലും അതുമുണ്ടാകാൻ പാടില്ല, അവസാനത്തിനും അതുമുണ്ടാകാൻ പാടില്ല, മറ്റൊന്നിലേക്ക് ഹെറ്റാജ് ഉണ്ടാകാനും പാടില്ല. എല്ലാം ഓരെന്താ പേര് കൊടുക്കുക? സാബിത്ത് എന്ന് പറയും. സാബിത്ത് അൽ അഷ്യാഉ സാബിത്തത്തു, ഹഖായിഖുൽ അഷ്യാഇ സാബിത്തത്തു. ശറഹുൽ തുടക്കത്തിൽ എന്താ പറഞ്ഞാൽ? ഹഖായിഖുൽ അഷ്യാഇ സാബിത്തത്തു, മൗജൂദത്ത് എന്ന് പറഞ്ഞിട്ടില്ല. മൗജൂദ് എന്ന് പറയുമ്പോൾ ഗ്രേഡ് കൂടിപ്പോകും. അൽ അക്വാൻ സാബിത്തത്തു ബി ഇസ്ബാത്തിഹി, അല്ലാഹു തആല അതിൻ്റെ വുജൂദും കൊടുത്ത് അതിന് ഇംദാദും കൊടുത്ത് ഓരോ സെക്കൻഡിലും അവൻ കയ്യുമായി പ്രവർത്തിക്കുക. കയ്യോമിൻ്റെ വായന എന്തെന്നാ? അവന് സ്വയം നിലനിൽപ്പുണ്ട്, ആരോടും എത്തിയാടില്ല. മറ്റുള്ള എല്ലാ ഹവാദിസുകളെയും ഇങ്ങനെ നിലനിർത്തി ഓരോ സെക്കൻഡിലും അതിന് ഇംദാദ് കാത്ത് സൂക്ഷിച്ചു കൊണ്ട് പോവുകയാണ്. ഈ പേന്റിനിടമെങ്കിൽ ഓരോ സെക്കൻഡിലും കറണ്ടിങ്ങിൽ ഉൾപ്പെടെ എപ്പോഴാണോ അത് കറണ്ട് കട്ടാകുന്നത് കത്തിയുന്നില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? നിന്നെ ഹിജാബ് ഇട്ടത് എന്തുകൊണ്ട്? ബിമാ, ചില വസ്തുക്കളെ കൊണ്ട്. എന്നുവെച്ചാലോ ദുഞ്ഞാവിൻ്റെ മുത്തുവേട്ടമുണ്ട്, ഇവന് തടിഹവ, അതെല്ലാം ഒന്നുമല്ലാത്ത സാധനമല്ലേ. ഷഹവാദിന് ലൈസ ബിമൗജൂദിൻ, ആ സാധനം മൗജൂദല്ല മഅഹു, അള്ളാഹിനോടൊപ്പം ചേർത്ത് വെച്ചാൽ മൗജൂദല്ലാത്ത സാധനം കൊണ്ടാണ് നിന്നെ ഹിജാബ് ഇട്ടത്. ഇതെന്താ തെളിവ്? മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു വ തആല. ആദ്യ ശർക്കാവി നോക്കിയിട്ടെന്ന് ഇത്തഫഖത്ത് മഖാലാത്തുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ സംസാരം അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകോപിച്ചിരിക്കുകയാണ്. ഒരൊറ്റ ആരിഫിനോട് ചോദിച്ചാൽ ഇനി എതിര് പറയില്ല. ഓസല്ലാന്ന് പറയട്ടെ, അസാലി ഇമാമ പറയട്ടെ, ആര് പറഞ്ഞാലും എന്താണത്? ഇഷാറാത്തും, അവരുടെ മക്കാലാത്ത് എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞ സംഗതി. ഇഷാറാത്ത് എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചത്. മവാജി എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവങ്ങൾ മൂന്നിലുണ്ടായാലേ ആദ്യം അനുഭവം ഉണ്ടാകും. അപ്പം ചിലരോട് തുറന്നു പറയും, അപ്പം എന്താകും? മക്കാലാത്താകും. ചില ഇഷാറത്താക്കും, അത് ഇഷാറത്തായി. എല്ലാം ഇത്തിഫാക്കാണ് അലാമാ ദുഖിറ, മേൽ പറയപ്പെട്ടതിൻ്റെ പേരിൽ.
എന്താ മേൽ പറയപ്പെട്ടത്? മാന്റെ ബയാനാണ്. മിൻ അന്ന മാ സിവല്ലാഹി തആല അദ്മും മഹ്ദൂൻ. അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളും അത് മുൻമഹ്ദാണ്, ഒന്നുമില്ലെന്നാ. അപ്പോൾ ആകാശമുണ്ടെന്നില്ല എന്ന് പറയുന്നു. ഖലഖസ്സമാവാതി അന്നല്ലേ പറയുന്ന ആകാശമുണ്ടെന്ന്. അതിന് സൂഫിയാക്കളെതിരാ അല്ല. എന്താണ്? മിൻ ഹൈസു ദാത്തുഹു, അതിൻ്റെ ദാത്തിലേക്ക് നോക്കിയിട്ട്. മതം മൗജൂദും ബിൽ ഗൈറാണ്. അതെ, മൗജൂദും ബിൽ ഈജാദ്. അള്ളാഹുവിൻ്റെ വജൂദ് എന്താ? മൗജൂദും ബിൽ വുജൂദാണ്. അവിടെ നോക്ക്, മിൻ ഹൈസു ദാത്തുഹു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലാ യൂസഫു ബി വുജൂദിൻ, വുജൂദുണ്ട്, വസ്ഫ് പറയാൻ പറ്റൂല. ഇടത്തേക്ക് നോക്കിയിട്ട് അല്ലാഹി തആല, അള്ളാഹിൻ്റെ വുജൂദിലേക്ക് ചേർത്തിട്ട്. അപ്പം നല്ല പഠിച്ചൊരു മൊയ്ലാറുണ്ട്. ഗസാലി ഇമാമുമായി കണ്ടുമുട്ടി, ഇമാം ഷാഫി തങ്ങളുമായി കണ്ടുമുട്ടി. എന്നാൽ ഇപ്പം പഠിച്ചോടത്തോളം ഇൽമ് ഓറിലേക്ക് ചേർത്തതിന് മതിയാകുക. പക്ഷെ എനിക്ക് പഠിപ്പില്ലേ? ഉണ്ട്. അപ്പോൾ ഉണ്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തായിപ്പോൾ ഉണ്ട്. എടുത്തേക്ക് നോക്കിയിട്ട് അന്ന് കൊടുത്തിട്ടിപ്പം തന്നെ ഉണ്ട്. അന്നയിലേക്ക് ചേർത്തി നോക്കിയാൽ അവൻ പിൻവലിച്ച എല്ലാം പോയി. ഹലോ ഷീന ഞങ്ങൾക്കെന്തല്ലോ തന്നില്ല. പിൻവലിക്കും എന്ന അർത്ഥത്തിനല്ല, അള്ളാഹുവിൻ്റെ കഹരിയത്ത് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് തന്നെല്ലാം അള്ളാഹു തല പിൻവലിക്കാൻ കഴിയും. അപ്പോൾ ഒരാളെ വിലാജ് പിൻവലിക്കാൻ കഴിയും, മൊയ്ലാറിയത്ത് പിൻവലിക്കാൻ കഴിയും. തോത്തിൽ മുൽക്കം മന്തഷാവും, തൻസിൽ മുൽക്കം ഇമ്മന്തഷാവും, തൊഴിച്ചു മന്തഷാവും, തൊഴിലു മന്തഷാവും. കേട്ടാ? അപ്പോൾ കാല ബഅ്ദുൽ ആരിഫീങ്ങൾ പറയുന്നത് അബൽ മുഹഖിഖൂന, മുഹഖിഖീങ്ങൾ വിസമ്മതിച്ചിരിക്കുന്നു. അബ ബലങ്ക എന്തിനെ? അയ്യശദു ഗൈറല്ലാഹി തആല, അല്ലാഹു അല്ലാത്തതിൻ്റെ ശുഹൂദ് ഉണ്ടാവരുത് എന്ന് അവർ പറഞ്ഞു. അവർക്ക് മറ്റുള്ളതിന് ശുഹൂദ് ഇഷ്ടമല്ല, അള്ളാഹിൻ്റെ ശുഹൂദ് മാത്രം. അതുപോലെ പരലോകത്ത് ചെന്നാൽ അവരുടെ പരമമായ ലക്ഷ്യം എന്താന്ന്? സൽസബീൽ കുടിക്കലുമല്ല, കട്ടിലിൽ ഉറങ്ങലുമല്ല, പാലും തേനും അനുഭവിക്കലല്ല. ഇതെന്താണ്? ശിവാനദറിൽ ഇലാഹി, ശിവാനദറിൽ ഇലാഹി പദാമുനാഹും. ഇതുപോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ മുത്തഹത്ത് തന്നെ ഒഴിവാക്കിയ ഔലിയാക്കൾ ഈ ലോകത്തിലെ മുത്തഹത്ത് ബിരിയാണിയും മന്തിയും ചുട്ട കോയും ഓർക്കിങ്ങനെ അതിനോട് സുഹൃത്തുണ്ടാകുന്നു. അതൊന്നും ഒരു രുചികരമല്ല. എന്തിനാണ്? ലിമാ ഹഖഖഹും ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തഹ്ഖീഖാക്കിയിട്ടുണ്ട്. മിൻ ശുഹൂദിൽ ഖയ്യൂമിയ്യത്തി, ഖയ്യൂം എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഏത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തനാണ്. അതോടൊപ്പം ഈ ലോകത്തിലുള്ള അള്ളാഹു ഏത് വസ്തുക്കളുണ്ടോ അതിനെ മുഴുവനും അതിൻ്റെ വുജൂദ്, ഇംദാദ്, അതിൻ്റെ ഔസാഫ്, നഫാണെങ്കിൽ നഫ്, ദുറാണെങ്കിൽ ദുറ് എല്ലാം കൊടുത്തിട്ട് എന്താക്കുന്നത്? നിലനിർത്തിപ്പോരുകയാണ്. അതാ ഇവർ ശുഹൂദാണ്. വൈഹാത്തത്തിൽ ദൈമൂമിയത്തി, ദൈമൂമിയത്ത് എന്ന് പറഞ്ഞപ്പോൾ ദായ്മയായി നിൽക്കും. അതിൻ്റെ ഒരു മറ്റൊരു കരിമത്താണ്. ഇത് തഹഖീഖായ കാരണത്താൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനെയും അവർ ശുഹൂദാകലി അവർക്ക് വിസമ്മതിച്ചിരിക്കുന്നു. ഇനി വമാ കൗനി മാ ദുഃഖിത അതുമൻ, അതാ ഈ പറയപ്പെട്ടതെല്ലാം അതുമാവലോടുകൂടി ഫഹുവ ഹിജാബുൻ അലില്ലാഹി തആല, അള്ളാഹിനെ തൊട്ട് ഇവനിക്ക് ഹിജാബ്, അള്ളാഹ്ക്കല്ല ഹിജാബ്. അള്ളാഹ് തൊട്ടെന്ന് പറഞ്ഞാലോ അള്ളാഹിൻ്റെ തനി നാത്തോടെ കാണൂല. അപ്പോഴുണ്ടാകല് ഷുഹൂദ്. അപ്പം അള്ളാഹുവിൻ്റെ ഷുഹൂദിനെ തൊട്ട് ഹിജാബായി നിൽക്കുകയും ഹിജാബായി നിന്ന സാധനം എന്താ? അള്ളാഹിനെ കൊള്ള ചേർത്ത ഒരു ചെയ്യുമല്ലാത്ത. എൻ്റെ നേരത്തെ ഉദാഹരണത്തെല്ലാം മനസ്സിലാക്കിയിട്ടു. ഒരു നൂല് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പക്ഷെ നോൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നൂലൊക്കെ കെട്ടിയാൽ പോകാൻ പറ്റില്ല. ബസ്സിനും വണ്ടിയെല്ലാം തടഞ്ഞു. ഇതുണ്ടാവും. കാരണം ഫൈനന്നാസ, ജനങ്ങൾക്ക് ഹിജാബായതുകൊണ്ട് ലാ യശ്ഹദൂന ഇൻദ നദരിഹിം ലിൽ അക്വാൻ, അക്വാനിലേക്ക് അവർ നോക്കുന്ന അവസരത്തിൽ അവർ ശുഹൂദാകൂല ഇല്ലാ ഹിയ, അക്വാനിൻ്റെ ദാത്തല്ലാണ്ട്. അക്വാനിലുള്ള ഒന്നുണ്ടല്ലോ, നമ്മൾ പണ്ട് പറഞ്ഞൊക്കെ നഹ്നു വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, അല്ലാഹു എന്താ പറയുന്നത്? അല്ല
വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ. നാൽക്കാലി മൃഗങ്ങൾ, പശു, ആട്, ഒട്ടകം തുടങ്ങിയതിരുന്നുണ്ട് നല്ല പാഠം പഠിക്കാറുണ്ട്. ഇബ്രത്ത് എന്താണ്? ഇബ്രത്തിൻ്റെ വജ്ഹ പറയുന്നത് നുസ്തീക്കും, നമ്മൾ നിങ്ങളെ കുടിപ്പിക്കും. അതിലെത്ര സാധനമുണ്ട്? ഫായിലുണ്ട്, ഈരുണ്ട്, ഫായിലുണ്ട്, ഒന്നാം മഫ്ഊലുണ്ട്. എണ്ണി നോക്ക്. നൂ എന്തിൻ്റെ ഇബാറത്താന്ന്? ഫായില് നഹനു, അതല്ലേ? സീനും കാഫും ജാവും കൂടി വന്നാൽ എന്താക്കും? ഫേലി ബാർത്ത സഖിയെ കുടിപ്പിക്കൽ. കുടിക്കുന്ന ഒന്നാമത്തെ ആളാണ് ആര്? കും. കേട്ടാ? ഇപ്പം ഇന്ന് വരെ നടന്നത്, ഇപ്പം വരെ നടന്നു. ഇനി രണ്ടാം മഫ്ഊല് വേണം. മിസ്തേക്കും മിമ്മാഫി ബുത്തുനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ. ചാണകപ്പട്ടി ഒരു ഭാഗത്ത്, ചോര ഒരു ഭാഗത്ത്, രണ്ടും അല്ലാത്ത ഇടയിലേ കൂടി ചാണകത്തിൻ്റെ വാസനയോ നജാസത്തോ അതിനില്ല. ചോരയുടെ കളറോ അതിൻ്റെ അംശങ്ങളോ പാല് ചേർന്നിട്ടുമില്ല. ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അപ്പോൾ പാല് കുടിക്കുമ്പോൾ ഹിജാബുള്ള ആളുകൾ പാലേ കാണുകൊണ്ട് പാല് കുടിക്കുന്നുണ്ട് എന്ന് പറയും. ഹിജാബില്ലാത്ത ആളുകൾ എന്താക്കും? ഇതാടെ വെച്ച് കൊണ്ടിട്ട് ആ നൂനെ കൊണ്ട് ഇബാറത്തിട്ട് നെഹനുണ്ടല്ലോ, ആ നെഹനുവിനെ അവർ ചോദ്യപ്പെടുന്നു. അപ്പം ഈ ഹിജാബ് അങ്ങോട്ട് പോയി, ഹിജാബ് പോയി. അതാണ് അക്വാൻ എന്ന പടപ്പുകൾ, അതിലേക്ക് നോക്കുമ്പോൾ ഇല്ലാഹിയ പടപ്പുകളെ കാണുന്നുള്ളൂ, പടച്ചവനെ കാണുന്നില്ല. അപ്പം ഹിജാബയില്ലേ? അപ്പം അതിൻ്റെ സാരം തന്നെ വല യുഷാഹിദുന മുക്കവ്വിനഹ, അതിനപ്രകാരമാക്കിയ മുക്കവ്വിനെ ഷുഹൂദാകുന്നില്ല. അപ്പം ജനങ്ങൾ മഹ്ജൂബികളാണ്. അതുകൊണ്ടാണ് അൻ ഹജബക്ക എന്ന് പറഞ്ഞത് ആരിലേക്കെന്ന്? ഹിജാബുള്ള ആളുകളോടെ പറയുന്നുള്ളൂ. എന്നോടോ ഈ അക്വാന് വുജൂദില്ല. എന്താനും സുബൂത്തുണ്ട്. അൽ അക്വാൻ സാബിതത്തും ബി ഇസ്ബാത്തിഹി, അതേ ദിവസത്തിൽ മംഹൂവത്തുൻ ബി അഹദിയത്തി ദാത്തി. അന്നയിലേക്ക് മാത്രം നോക്കുമ്പോൾ ഈ തേഞ്ഞു മാഞ്ഞു പോയ സാധനം ഒന്നുമില്ല. അതല്ലേ? മുത്തഹത്തും ഇബറത്തുമാണ് സാധനത്തിലുള്ളത്. അപ്പം അക്വാനിലേക്ക് നോക്കുമ്പോൾ ജനങ്ങൾക്ക് മുത്തഹത്തേ കിട്ടുന്നുള്ളൂ, എന്ത് കിട്ടുന്നില്ല? ഈ മതത്ത് കിട്ടിയിട്ടില്ല. വൽ വുജൂദു അൽ വുജൂദ് ആയിരിക്കണം ഇന്നമാഹു ലഹു സുബ്ഹാനഹു വ തആല. കണ്ടാ? അപ്പോൾ ഫഹാദാ മിമ്മാ യഖ്ദി മിനൽ അജബ്. അപ്പം ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയായിട്ടല്ലേ ഉള്ളത്. ഒരു അത്ഭുതകരമായ അടിസ്ഥാന സാധനം കൊണ്ടൊരു മനുഷ്യനെ തടഞ്ഞിടുക, അതിന് തന്നെയല്ലേ? ഒരു മുള വിലങ്ങനെ വെച്ചിട്ട് ഇപ്പം നമ്മൾ വരുമ്പോൾ അനുഭവപ്പെട്ട സാധനമാണ്. അവിടെ ബോർഡുമില്ല, നോയൻട്രിയില്ല, ചുവന്ന ബൾബില്ല, ഒന്നുമില്ല. ഒരു മുള ഇങ്ങനെ വെച്ചിട്ട് തോന്നി പോകാൻ പറ്റില്ല. നമ്മൾ അതിൽ മനസ്സിലാക്കി ഒരു അജബ് തന്നെയല്ലേ. എന്നിട്ടോ സുമ്മദക്കറ മുസന്നിഫിൻ അടുത്ത് പറയുകയാണ് അതില്ലത്തൻ ചില ദലീലുകൾ. എന്തിനെ? തദുല്ലു അലാ അന്നഹു ലാ യംബഗി അൻ യഹ്തജിബ ബിതിൽകൽ അഖ്വാൽ. ഈ പറയപ്പെട്ട അഖ്വാനുണ്ടല്ലോ, അള്ളാഹു പടച്ച വസ്തുക്കളെ കൊണ്ട് അള്ളാഹ്ക്ക് ഹിജാബ് ഉണ്ടാകൽ എന്നുള്ളത് പറ്റാത്ത സാധനമാണ് എന്ന് ദലീൽ വയ്യ പറയും. വഅന്നൽ ഇഹ്തിജാബ ബിഹാ, ഹിജാബ് ശ്രദ്ധിക്കുന്നതായിരിക്കാണ് ഇന്നമാഹു വലിൽ അവാമുന്നാസിന് മാത്രമാണ് എന്നും മൂപ്പർ സ്ഥാപിക്കും. എന്നെ ഉള്ളിൽ നോക്കിയിട്ടൊന്ന് കുറച്ചും കൂടെ വിശാലമായി പറയും. നമുക്ക് മിമ്മാ യദുല്ലുക അലാ വുജൂദി ഖഹരിഹി സുബ്ഹാനഹു വ തആല അൻ ഹജബക അൻഹു ബിമാ ലൈസ ബിമൗജൂദിൻ മഅഹു. നേരത്തെ പറഞ്ഞ ഇബാറത്ത് പറയും ഇത്തഫഖത് മഖാലാത്തുൽ ആരിഫീന വൽ മുഹഖഖീന വൈശാറാത്തുഹും വമവാജീദുഹും. ആരിഫീങ്ങളുടെയും മുഹഖഖീങ്ങളുടെയും ഖൗലുകളും ഇശാറത്തും അവർ അനുഭവങ്ങളുമെല്ലാം അലാമാ ദക്കർനാഹു ഖുബൈല ഹാദാ, തൊട്ട മുമ്പ് പറഞ്ഞിട്ടുണ്ടേത് അൽ കൗനു കുല്ലുഹു ദുൽമത്തുൻ എന്ന് തുടങ്ങിയിട്ട് അതാണ്. മിൻ അന്ന മാ സിവല്ലാഹി തആല അദുമും മഹദൂൻ,
അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം അതും മഹദാണ്. ഏത് കയ്യിലോടുകൂടി മിൻഹൈസ് ദാത്തുഹു, ദാത്തിലേക്ക് നോക്കിയിട്ട്. എന്നിട്ട് ഈ മേശ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് അതുമാകും. അബലഹ അസ്ലുൽ അവാലിമി ബിൻ ഇദാമി മിൻ സുബൂതിൽ വജൂദി ലില്ലാഹി ലില്ലാഹ്. ജലാലി കണ്ടില്ല? അവാലിമിൻ്റെ അസ്ലെന്താണ്? ഇൻഇദാം, ഇല്ലായ്മ വന്നു ചേരൽ. എപ്പോഴും മറ്റേ ശുഹൂദ് ഉണ്ടാകുമ്പോൾ ഇല്ലായ്മ വന്നു ചേർന്ന് ഇല്ലാണ്ടാക്കണ്ടേയില്ല. മറ്റേത് വന്നാൽ ഇവിടെ കംപ്ലീറ്റ് ഇരുട്ട് പോക്കാൻ വേണ്ടിയിട്ട് പടിയെടുത്ത് വായിച്ച് ഇരുട്ട് പോകുമോ? ഇരുട്ട് പോക്കണ്ടേയില്ല. ഒരു ബൾബ് കത്തിച്ച് കഴിഞ്ഞാൽ ഇരുട്ട് പോയി. അതല്ലേ ഇവിടെ പറഞ്ഞത്, മിൻ ശുഹൂദിൽ വജൂദി ലില്ലാഹി, മിൻ സുബൂത്തിൽ വജൂദി ലില്ലാഹി ലില്ലാ. ഷഹദൽ കൗന, ഇമാം അലി സാഹിലി റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ടുണ്ട്, റാത്തിബത്തുൽ ബുഖാരിയിലും പറഞ്ഞു. എന്താ ഈ കൗനിനെ അതാ വമൻ ആ, ഷഹദൽ കൗന മഹ്ല. മഹ്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതാ വമൻ. അതാ ഏതെന്ന് നമുക്ക് നൽകലി, മൻ തടയലും തടയാതിരിക്കലും നഫ്ഉം ദുർറും എല്ലാം എന്താക്കി അതിൻ്റെ മുള നോക്കുക. ഇനി അതിൻ്റെ പുറം ഫഇന്നഹു അല്ല ലാ യൂസഫു ബി വുജൂദിൻ, വുജൂദ് കൊണ്ട് വസ്ഫ് പറയൂല, മഅല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹിനൊപ്പം ചേർത്തിട്ട്. അള്ളാഹിൻ്റെ വുജൂദിലേക്ക് ചേർത്തിട്ട് ഈ വുജൂദ് കൊണ്ട് പറഞ്ഞുകൂടാ. അതിന് ഞാൻ പറഞ്ഞേ, നമ്മന്തല്ലോ കിതാബല്ലോ ഓതിയിട്ട് ഷാഫി ഇമാമിനെ കണ്ടാൽ ഷാഫി ഇമാമിനെ കൊണ്ട് ചേർത്തിട്ട് ഞാൻ മൊയ്ലാറെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എല്ലാ വലികളും മേലെ കുത്തുപാണോറും എന്നൂടെ വീട്ടിലെ കൊണ്ടുവന്നാവും. ആരോന്ന്? അബ്ദുൽ ഖാദർ ജീലാനി. എല്ലാവരും ഓതി ഇൽമുകളൊക്കെയും എന്നൂടെ ഇൽമാൻ ഒട്ടൊന്നിലൊന്നാവും. മൂപ്പർ ഓതി ഇൽമിലേക്ക് ചേർത്താൽ ഒന്നും എന്നെ എടുക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം അത് മനസ്സിലായല്ല. ഇതില്ല വസിഫ ബിഹി, അപ്പോൾ അള്ളാഹിനോടൊപ്പം പറയാവുന്ന വുജൂദ് അതിനുണ്ടെങ്കിൽ അതാ മുഖദ്ദമ്. ലക്കാനതാലിക്ക് ശിർക്കത്തന്നെ. അപ്പോൾ ശിർക്കൊന്നില്ലേ? അള്ളാഹിനെ പോലെ സ്ഥാനം അർഹിക്കുന്നൊന്നും അവിടെ ഒന്നല്ലോ. അപ്പം അള്ളയും പടപ്പൊന്നു വരും. ഇസ്നാനിയത്തുൻ, അത് രണ്ടാകല്. വഹുവ മുനാഖിലുൻ, അത് എതിരാണല്ലോ ലിഖ്ലാസി തൗഹീദ്, തൗഹീദിൻ്റെ തനിമയ്ക്കെതിരല്ലേ. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാ സാധനം ഹാലിക്കാണ്, അള്ളാഹിൻ്റെ ദാത്തുടിക്കുക എന്നാ പറഞ്ഞു. അപ്പം ഇപ്പം ഹലാക്കുണ്ടെന്നല്ല, എപ്പം പടയും ഹലാക്കാകാം. وقال رسول الله صلى الله عليه وسلم أصدق كلمة قالها الشاعر, ഷായിരീങ്ങൾ പല കലിമാത്തും പറയും. അതിൽ നിന്ന് ഏറ്റവും സത്യമായൊരു ഒരു വാക്കുണ്ട്. എന്താണ്? ലബീദിൻ്റെ വാക്ക്. അലാ കുല്ലു ഷൈഇൻ മാ അലല്ലാഹ ബാതിലുൻ വകുല്ലു നഈമിൻ ലാ മഹാലാ തസായിലൂൻ. അള്ളാഹു അല്ലാത്ത സകല സാധനവും ബാത്തിൽ. ബാത്തിൽ എന്ന് പറഞ്ഞാലോ അതിൻ്റെ സ്വന്തം നില നോക്കിയാൽ അതിന് വുജൂദില്ല, നഫ്ഇല്ല, ദുർറില്ല. അള്ളാഹ് കൊടുത്തെങ്കിലുണ്ട്, വൈല്ലാ ഫല. ഖാല ബഅദുൽ ആരിഫീൻ, അത് നമ്മൾ നേരത്തെ നോക്കിയ പറ തന്നെ. അബൽ മുഹഖിഖൂന അൻ യശ്ഹദു ഗൈറല്ലാഹി തആല, അള്ളാഹു തആല അല്ലാത്ത ഗൈറിനെ ഷാഹിദാകൽ മുഹഖിഖീങ്ങൾ സമ്മതിക്കുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ലിമാ ഹഖഖഹും ബിഹി മിൻ ശുഹൂദിൽ ഖയ്യൂമിയ്യത്തി വൈഹാത്തത്തി ദൈമൂമിയ്യ. അത് നേരത്തെ പറഞ്ഞു തന്നെ. ഇതിൻ്റെ മുഖ്തസറാണ് വക്കത്തുള്ളത്. അതേ ഇബാറത്തുണ്ടാവും. ഇനി ഒരു അനുഭവം വരട്ടെ. വഖാല സയ്യിദുന അബുൽ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നറിയോ? ഇന്നനാ ലനൻദുറു ഇലല്ലാഹി തആല, നമ്മൾ അല്ലാഹുവിനെ നോക്കുന്നത് ബി ബസറിൽ ഈമാനി വൽ ഈഖാൻ. ഈമാൻ, ഈഖാൻ. ഈഖാൻ ഐക്കനാൻ്റെ മസ്ദറാണ് ഈഖാൻ, യഖീനാക്കിയിട്ട്.
അഗ്നാനാദാലിക്ക അങ്ങനെയുള്ള നോട്ടം നമ്മൾ ആവശ്യമില്ലാണ്ടാക്കിയിട്ടുണ്ട്. എന്തിനെ തൊട്ടാൽ ദലീൽ വൽ ബുർഹാൻ. പിന്നെ ദലീലും ബുർഹാൻ ഇവിടെ സാധനം തന്നെ കാണുന്നാക്ക് പിന്നെ ദലീലും ബുർഹാൻ എന്തിന്? ചുരുക്കത്തിൽ അള്ളാഹുവിലേക്ക് മറ്റു വസ്തുക്കളെ കൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യുന്നവർ താന പഠിക്കാറാണ്. അതായത് എന്തിൻ്റെ സ്ഥാനം? ഇൽമുൽ യഖീനും പെട്ടിട്ട് ഐനുൽ യഖീനിൻ്റെ സ്ഥാനം. തഖ്ലീദ് സുഫിയാക്കൾക്കില്ല. ഹക്കുൽ യഖീൻ്റെ സ്ഥാനം ഏതാണ്? ശുഹൂദ്. അള്ളാഹുവിനെ കണ്ടിട്ട് അള്ളാഹ്ക്ക് ഇങ്ങനെ പല പടപ്പുണ്ട് വയ്യേ കാണും. അതുകൊണ്ട് ദലീൽ ബുർഹാൻ ആവശ്യമില്ലാത്ത രീതി നമ്മൾ ആയിന്നാ പറയുന്നത് കേട്ടോ. അപ്പം വനസ്തദില്ലു ബിഹി അള്ളാഹുവിനെ ഉപയോഗിച്ച് നമ്മൾ ദലീലാക്കും അലൽ ഖൽഖി പടപ്പുകളെ മേൽ ദലീലാക്കും. പടപ്പിനെ പിടിച്ചിട്ട് അള്ളാഹ് ദലീലാക്കാനല്ല. ഇപ്പം നമ്മൾ ഖസാലി ഇമാമിൻ്റെ മുകളിൽ നമ്മൾ ദലീലാക്കുന്നുണ്ടെന്നു ഒരു ഹിയ കണ്ടിട്ട് അല്ലേ? ഖസാലി ഇമാമിനെ കണ്ടിട്ട് ഓറ വെക്കുന്ന കിതാബ് ഓതിയാക്കി ഹിയ നോക്കിയിട്ട് ഖസാലി ഇമാമിനെ കണ്ട. അപ്പം ഹിയ കൊണ്ട് ഖസാലി ഇമാമിനെ കാണലാന്ന് നമ്മളിപ്പോൾ ഇല്ല പരിപാടി. മറ്റോരോ ഖസാലി ഇമാമിനെ കണ്ടിട്ട് അവർക്ക് ഹിയാന്നുകൊണ്ട് ഇത്തരം ഒരുപാട് കണക്ക് കിതാബുണ്ട് തിരിച്ച്. അപ്പോൾ അഗ്നാന അനി ദലീൽ വൽ ബുർഹാൻ എന്നല്ല. ഇനി ഹൽ ഫിൽ വുജൂദി ശൈഉൻ സിവൽ വാഹിദിൽ ഹഖ്. അൽ വുജൂദ് എന്ന് പറഞ്ഞ വുജൂദിന് വാഹിദുൽ ഹക്കുമായ അല്ലാഹു തആല അല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ? ചോദ്യം കേട്ടാ. അതുകൊണ്ട് ഫലാ നറാഹു നറാഹു നൂനല്ലുള്ളത്. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളെ ശിവാനെ നമുക്ക് കാണൂല. വൈൻകാന വലാ ബുദ്ധ ഇനി കണ്ടാലേ പറ്റുമെങ്കിൽ അതെന്താക്കും? കാണും. ഫനറാഹും കൽഹബാഇ ഫിൽ ഹവാ വായുമണ്ഡലത്തിലുള്ള പൊടിയുണ്ട് ആ സ്ഥാനമേ കൊടുക്കുള്ളൂ. പൊടിയെടുത്തിട്ട് വാരിക്കൂട്ടാന്ന് വെച്ചാൽ കഴിയുമ്പോൾ കിട്ടൂല. അതെന്താക്കും? ഇം ഫത്തസ്തഹും ലം തജിദഹും ശൈആ. അതെന്താക്കി ചിക്കി കോരിയിട്ട് എടുത്തു നോക്കിയാൽ കഴിയുമ്പോഴൊന്നും ഉണ്ടാവില്ല. ചില വെള്ളത്തിൻ്റെ കുമ്പളാന്ന് പറയും. നല്ല ബൾബ് ഉണ്ടാക്കി കുമ്പള വ്യക്തിരല്ല ഇങ്ങനെ കുമ്പള ഉണ്ടാവും. ഒന്ന് എടുത്തു നോക്കിയിട്ട് എന്താ കഴിയുമ്പോൾ കിട്ടുക? ഹബാ മൻസൂറ. അപ്പോൾ ഫർക്കിൻ്റെ അവസ്ഥ ഇതെന്താക്കും? തെളിവിൻ്റെ അവസ്ഥയിൽ ഇത് കാണുമ്പോൾ ഹബാ മൻസൂറായിട്ടേ കാണുന്നുള്ളൂ. മുപ്പർ പറഞ്ഞു. ഇനി വക്കാല ആരാണ്? അബുൽ ഹസൻ ഷാദി പറഞ്ഞു. ആയുധം പറഞ്ഞു കവിയ അലയ്യ ഷുഹൂദ് മർറത്തൻ. ഒരു പ്രാവശ്യം എനിക്ക് ഷുഹൂദ് വളരെ കടുപ്പമായി വന്നു. താങ്ങാൻ കഴിയാത്ത ഷുഹൂദ് അങ്ങ് വന്നു കളഞ്ഞു. എന്നിട്ടോ ഫസഅൽതുഹു ഞാൻ അള്ളാഹിനോട് ആവശ്യപ്പെട്ട് യസ്തുറ നാലിക്കാൻ അന്നി അതെന്നെ തൊട്ടിട്ട് മറക്കണം, ഷുഹൂദ് വേണ്ട. താങ്ങാൻ കഴിയാൻ ഞാൻ പിന്നെന്താ പറയും? അപ്പം ഫക്കീലലി എന്നോട് പറഞ്ഞെന്താ? മറക്കാൻ പറയണ്ട, സഹിക്കാൻ പറഞ്ഞാൽ മതി. വന്നതൊക്കെ സഹിക്കാൻ പറഞ്ഞാൽ മതി. തിരിഞ്ഞാ ലൗ സഅൽതഹു ബിമാ സഅലഹു മൂസ കലീമുഹു. അള്ളാഹുവിൻ്റെ കലീമായ മൂസ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം പോലത്തെ ചോദ്യം എന്താക്കി അള്ളാഹിനോട് ചോദിച്ചു. ഈസ റൂഹു അള്ളാഹിൻ്റെ റൂഹ് എന്ന് പറയപ്പെടുന്ന ഈസാ അലൈഹിസ്സലാമിൻ്റെ ദുആ കൊണ്ട് ദ്വാരുന്നു. അപ്പോൾ സയ്യിദുന മുഹമ്മദും സഫിയ്യുഹു സല്ലല്ലാഹു വസലവാത്തുല്ലാഹി അലൈഹി അജ്മഈൻ തങ്ങളുടെ ദ്വാര കൊണ്ടും ദ്വാരുന്നു. ചുരുക്കത്തിൽ ദ്വാരക്കണ്ട എല്ലാം കൊണ്ട് ദ്വാരുന്നാലും എന്തില്ല ലം യഫ്അൽ ആ സുഹൂദ് മറക്കുക എന്ന് തന്നെ ഉണ്ടാവില്ല, മറക്കൂല. എന്താ ചോദിക്കണ്ടത്? വലാകിൻ സല്ലു അൻ യുഖബ്ബിയക. എന്ത് ഷുഹൂദ് വന്നാലും നിങ്ങൾക്കത് താങ്ങാനുള്ള കഴിവിന് ആവശ്യപ്പെട്ടോന്ന് പറഞ്ഞു. എന്തോ ഒന്നുകൂടുന്നില്ല. ഫസഅൽതുഹു അങ്ങനെ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ കവ്വാനി അല്ലാഹു തആല എനിക്ക് എന്താക്കി എനിക്ക് പവർ തന്നു. ഇനി ഈ കലാമിനെ ഉപർ കുറച്ചും കൂടി വ്യാഖ്യാനിക്കുന്നു. ആര്? കാല ഇബ്നു അത്തായി റളിയല്ലാഹു അൻഹു നമ്മുടെ മുസന്നിഫ് തന്നെ ഫി തൻവീർ. തൻവീർ എന്ന കിതാബാണ്. തൻവീർ ഫി ഇസ്കാത്തി തദ്വീർ മോദി കിതാബാണല്ലോ. എന്താ മുപ്പറ പറയുന്നത്? ഫമാ സിവല്ലാഹി തആല ഇൻദ അഹ്ലിൽ മഅരിഫത്തി. അപ്പോൾ ഫമാ മുതൽ എന്താണ്? കാലൻ്റെ മഖൂല.
അള്ളാഹുവിൻ്റെ അല്ലാത്ത മാസിവ മുഴുവനും മാരിഫത്തിൻ്റെ ഹജകാരടുക്കൽ ലാ യൂസഫു ബി വുജൂദിൻ, വുജൂദ് കൊണ്ട് മുസ്ഫറിയില്ല അല്ലേ, വലാ ഫഖദ്, ഫഖദ് കൊണ്ട് മുസ്ഫറാണ്. ഫഖദ് എന്ന് പറഞ്ഞാൽ ഉള്ള സാധനം ഇല്ലാണ്ടാകില്ല, ഇണ്ടായിട്ടില്ല. അതിൽ നിന്ന് പണ്ട് നമ്മുടെ പുജാപ്പുണ്ട് ഉപ്പാറുണ്ട്, കൊന്നെങ്കിലല്ലേ കുഴിച്ചിട്ട് സ്ഥലം ചോദിക്കൊണ്ടു വന്നു, കൊന്നിട്ടില്ലല്ല, പിന്നെ അതിനെ കുഴിച്ചിട്ട് സ്ഥലം ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വുജൂദില്ലെങ്കിൽ ഫഖദ് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനി മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ ഫഖദു ഇല്ല എന്ന് പറയാം. എന്തുകൊണ്ട്? അള്ള വുജൂദാക്കിയുണ്ടല്ല, നാമമാത്രമായിട്ടുണ്ടല്ലോ. അപ്പം മഫ്കൂദാന്ന് പറയണ്ട. പക്ഷെ മൂപ്പർ ഇല്ലത്തുൾക്ക് ഇത് ലാ യൂജദു മഅഹു ഗൈറുഹു, അള്ളാഹിനോടൊപ്പം ചേർക്കാവുന്ന ഒരു വുജൂദ് ഗൈറിനില്ല. ലി സുബൂതി അഹദിയത്തിഹി, അള്ളാഹിൻ്റെ അഹദിയത്ത് സുബൂത്തായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ്റെ പവർ, അവൻ്റെ ക്വാളിറ്റി എല്ലാം അടങ്ങിയിട്ട് അതിലേക്ക് ചേർത്താറില്ല, ഇതൊന്നും ചെയ്യുമല്ല. വലാ ഫഖദിൻ, അതിന് ലാ യൂസഫു ബി വുജൂദിൻ വലാ ഫഖദിൻ എന്നാണ് ഇബാറത്ത് അല്ലേ. അപ്പോൾ ബി വുജൂദിൻ്റെ കണക്ഷനാണ് ഇത്. ഇത് ലാ യൂജദു മഅഹു ഗൈറുഹു ലി സുബൂതി അഹദിയത്തിഹി. അതിൻ്റെ അപ്പുറം ഉണ്ട് വലാ ഫഖദിന്നുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ് വലാ ഫഖദി ലി ഗൈരിഹി. അപ്പം എന്താ പറയുന്നത്? എപ്പോൾ നസ്ർ മുറത്തബ് നമുക്ക് ലാ യൂസഫ് ബി വുജൂദിൻ വലാ ഫഖദിൻ എന്നിട്ട് ലാ യൂസഫ് ബി വുജൂദിൻ, ഇത് ലാ യൂജദു വലാ ഫഖദിനാണ്. വലാ ഫഖദിൻ ലി ഗൈരിഹി ലിഅന്നഹു ലാ യഫ്ഖദു ഇല്ലാ മാ വുജിദ. ആദ്യം മൗജൂദായ സാധനമല്ലേ മഫ്ഖൂദ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടാ. ഇനി വലവിൻ ഹതക ഹിജാബുൽ വഹമി, നിൻ്റെ മുമ്പിൽ ഒരു വഹമിൻ്റെ ഹിജാബുണ്ട്. വഹമിൻ്റെ ഹിജാബ് അതൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾക്ക് അയക്കാൻ ഞാൻ കാണിച്ചെന്ന്, നമ്മ മജീദിൻ്റെ വിലക്ക് വെച്ച് ചോറും വെച്ച് വന്നപ്പോൾ പള്ളിയിലുള്ളിൽ ഒറ്റ ആളും. ഞാൻ പറഞ്ഞ പള്ളി ഫുള്ളാന്നല്ല, ഇപ്പോൾ പുറത്തോണ്ടാണ് നിൽക്കുക. നോക്കുമ്പോൾ പുള്ളി ആരുമില്ല, ഒരു ശരിയില്ല. നോക്കുമ്പോൾ എന്തായി, ഇതുപോലത്തെ അടക്കുന്ന കണ്ണാടിയിൽ പുറത്തും മിറ്റത്തും ഒരാൾ വോട്ട് ലിസ്റ്റ് ശരിയാക്കാൻ വേണ്ടി തൂങ്ങിക്കൂടിയിട്ടുണ്ട്. അവരെല്ലാം പള്ളിയിൽ കാണും, പള്ളിയിൽ കാണും. തുറന്നു നോക്കിയാലോ അപ്പം ഉണ്ട് എന്ന് തോന്നി ഹിജാബുൽ മുഹമ്മദ്. അപ്പം വലബിൻ ഹത്തക്കത്ത് ആ വാതിലങ്ങ് തുറന്നാൽ പള്ളിയിൽ ഒന്നുമില്ലാന്നിരിക്കും. അതിൻ്റെ സത്യാവസ്ഥ അന്തരം വെളിപ്പെടും, ഉണ്ടോ ഇല്ലയോ. ഇതിൻ്റെ പേരിൽ അല ഫഖദിൽ അയാൻ, ഈ അയാനുകളെല്ലാം മഫ്ഖൂദാണ് എന്നതിൻ്റെ തെളിവെന്താകും? അപ്പം തന്നെ വെളിവാകും. ഇനി മറ്റൊന്ന് ലവഖഅന്റെ ബാക്കി, ഇത് വലവിൻ ഹതക്കത്ത് ഹിജാബുൽ അതിൻ്റെ താരി, അതിൻ്റെ ഷർത്താണ്, ഈ ജവാബാണ് ഇതിൻ്റെ വഖഅനിയ. അതിൻ്റെ ബാക്കിയാണ് വല അശ്റക നൂറുൽ ഈഖാനി, ഈഖാനിൻ്റെ നൂർ എന്നാ പറയുന്നത്, ഈമാനല്ല. ഈമാൻ്റെ അപ്പുറം എന്നിട്ടോ ഫഖത്ത വുജൂദൽ അക്വാൻ, അക്വാനിൻ്റെ വുജൂദ് മുഴുവനും എന്താക്കി ആ നൂറ് മറച്ചു കളഞ്ഞിരിക്കുകയാണ്. അതേ കാണുള്ളൂ. ഒന്നിലേക്ക് ലയിച്ചാൽ മറ്റേത് കാണൂല, സുഹൂറന്നെ ഉണ്ടാവില്ല. മുമ്പ് ഇവിടെ ഇല്ല ജഗന്നാഥ ക്ഷേത്രം, തലശ്ശേരിക്കടുത്തുള്ള ജഗന്നാഥ ക്ഷേത്രം എന്നൊരു ക്ഷേത്രം. അവിടെ ഭയങ്കര ഒരു കളിയാട്ടം. അവിടെ നിന്ന് വർണ്ണപ്പകിട്ടാർന്ന് വെടിക്കെട്ട് പ്രദർശിപ്പിക്കും. ഇത് കാണാൻ വേണ്ടി ധാരാളം ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ടാക്കി. ചില ട്രെയിനിൻ്റെ മുകളിലും ട്രെയിനിൻ്റെ പക്കത്തെല്ലാം നിന്നു. ഈ വെടിക്കെട്ടിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് പത്രം നോക്കുമ്പോൾ അങ്ങനെ വണ്ടി വന്നിട്ട് കൂക്കിയതും വിളിച്ചു വന്നിട്ട് എത്രയും ആളെ വണ്ടിനെ അടിച്ചതഞ്ഞ് മേടപ്പെട്ടു. പത്രത്തിൽ വന്നല്ലേ ഇവിടെ എന്തായത്? മറ്റേത് കാണുമ്പോൾ ഇതില്ല. ഓരോ കൂക്കി വിളിച്ച വണ്ടിനെ പോലും പറഞ്ഞിട്ട് ഇത്ര വലിയ വണ്ടി വന്നിട്ട് ഒരാൾ ചതഞ്ഞ് വെച്ചിട്ടും കൂടെ അറിഞ്ഞിട്ടില്ല. വഹാദൽ കലാമു, അപ്പോൾ മുസന്നിഫ് റളിയല്ലാഹു അൻഹു തൻബീറിൽ പറഞ്ഞ ഈ കലാമുണ്ടല്ലോ, അത് ഹുവ ബസ്തു മാ ദക്കറഹു ഫിൽ കിതാബ്, ഇപ്പോൾ ഹിക്കമിൽ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം തന്നെയാവുന്നു. അപ്പോൾ ഹിക്കമിൻ്റെ വ്യാഖ്യാനം ആൾ കിട്ടി, തൻബീറിൽ കിട്ടി. ഇനി വഖാല ബഅദുഹും, ചില അരിഫീങ്ങൾ പറയുന്നു, ലൗ കുല്ലിഫ്തു അൻ അറാ ഗൈറഹു, അള്ളാഹ് എല്ലാത്തേനെ കാണണമെന്ന് വിചാരിച്ചാൽ നമ്മ അസ്തത്തിൽ കാണൂല. എപ്പോഴും നോക്കിയാലും ശുഹൂദ്. ഫഇന്നഹു ലാ ഗൈറ മഅഹു ഹത്താ അശ്ഹദഹു മഅഹു, അള്ളാഹിനോടൊപ്പം ശുഹൂദാൻ വേണ്ടി വേറെ ഗൈറിടില്ലല്ലോ.
وقال الشاعر പറഞ്ഞു عرفت الإله لم أرى غيرا وكذا الغير عندنا ممنوع. അതേ അസൽ തന്നെ. അള്ളാഹുവിനെ ഞാൻ അറിഞ്ഞ കാലം മുതൽക്ക് ലം അറ ഗൈറ, അള്ളാഹു അല്ലാത്ത ഒന്നിനെ ഞാൻ കാണുന്നേ ഇല്ല. എന്തുകൊണ്ട്? വകദൽ ഗൈറു ഇന്നനാ മംനു, ഗൈറ് എന്നുള്ളത് നമ്മുടെ അടുക്കൽ മംനുവാണ്, ഇല്ല, മംനുവാണ്, അറിയാല. ജമ്മഅതു മാ ഖശിതു ഇഖ്തിറാഖ وأنا اليوم واصل مجموع. തജമ്മഅതു എന്ന് പറഞ്ഞാൽ ജംഇലായപ്പോൾ അത് ഔലിയാക്കളുടെ ഇസ്ലാം. ഫർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പടപ്പുകളിലേക്ക് ശ്രദ്ധ ഇങ്ങനെ മുണ്ടച്ചനായിട്ട് കൊണ്ട് പടപ്പ് കടല്, മര, കുറേ കബറുകൾ, മൈതാനിപ്പള്ളി, കാറ്, ഇന്റർലോക്ക്, ഓട്ടോറിക്ഷ, ഇത് പറക്കാം മനസ്സെല്ലായിടത്തല്ലോ പടപ്പുകളിങ്ങനെ ചിഹ്നിച്ചെറിയാൻ. അത് മാറിയിട്ട് അതെല്ലാം കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പടച്ചോൻ എന്ന് പറഞ്ഞ ഒന്നിലേക്ക് എത്തുമ്പോൾ എന്താവും? അതിന് ജം എന്ന് പറഞ്ഞു. ജം അപ്പം മൂന്ന് തജമ്മഅതു, ഞാൻ ജംഇലായ അവസരത്തിൽ മാ ഖശീതു ഇഫ്തിറാഖിനെ ഞാൻ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ ഇഫ്തിറാഖ് ഇറങ്ങലായി, അതിലേക്ക് ഇറങ്ങാനായി പോയില്ല, അതിൻ്റെ പേടിയില്ല. വഅനൽ യൗമ, എൻ്റെ ഹാലിൽ നിന്ന് അൽ യൗമ വാസിലുൻ മജ്മൂഉ, ജംഇലാക്കപ്പെട്ട വാസിലാണ് എൻ്റെ ഇപ്പോഴത്തെ ഹാലിൽ. എന്തുകൊണ്ട്? ജംഇലാകുമ്പോൾ വാസിലായില്ലേ. വഖാല ആഖറു, മറ്റൊരാൾ പറഞ്ഞു അല്ലാഹ ഖുൽ വദറിൽ വുജൂദ വമാ ഹവാ ഇൻ കുൻത മുർതാദൻ ബുലൂഗ കമാലി. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കല്ല, ഇങ്ങോട്ട് കയറിയില്ലേ? സദസ്സിൽ നിന്ന് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. നിങ്ങളല്ലേ നിസ്കാരത്തിൽ തപ്പി പറഞ്ഞ മുർത്താദ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് പോകുന്നതാണ്, തേടിപ്പോകുന്നു. നമ്മൾ ഇന്നലെ ഓതിയിട്ടുണ്ടത്. എങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് നല്ല ഹോട്ടൽ നോക്ക്, എവിടെ നല്ല ചായ ഇട്ടാൽ നോക്ക്, എന്താ കടയുള്ളത് നോക്ക്, അടുത്ത പള്ളി ഉണ്ടെന്ന് നോക്ക്, പമ്പുണ്ടോ നോക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഒരാളെ ഏർപ്പെടണം. ഈ പോയിട്ട് അന്വേഷിക്കുന്ന ആൾക്ക് എന്താ പറയുന്നത്? മുർത്താദ്. അപ്പം കമാലിൻ്റെ പദവിയിലേക്ക് എത്താൻ നീ മുർത്താദാണെങ്കിൽ എന്താ വേണമെന്നറിയോ? അല്ലാഹ് ഖുൽ എന്ന് വെച്ചാൽ അല്ലാഹ് എന്ന് നീ പറഞ്ഞു. ഖുൽ അല്ലാഹ്, അല്ലാഹ് ഖുൽ. വദറിൽ വുജൂദ വമാ ഹവാ, ഈ ലോകവും ലോകത്തിലുള്ള സകല വസ്തുക്കളെയും ഒഴിവാക്കിയത്. ഖുലില്ലാഹു സുമ്മ ദർഹും, ഖുലില്ലാഹ് സുമ്മ ദർഹും, അത് ഒരു തഫ്സീർ പ്രകാരമാണ് അർത്ഥം. സൂറത്തുൽ അൻആമിലായത്തുള്ളത്. അതായത് ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഖുലില്ലാഹു എന്നുള്ളത്. ആ ചോദ്യത്തിലേക്ക് നോക്കാതെ കണ്ട് ഇബ്തിദാഖിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥം കിട്ടുന്നതാണ്. എന്നിട്ട് മുസാപ്പെടുത്തട്ടെ, വലഭാഗത്തെ പേജിൽ വേണം. وما قدر الله حق قدره إذ قالوا ما أنزل الله على بشر من شيء. ഒരു കൂട്ടരെ ഈമാനും മദ്ഹബോടേത് അല്ലാഹു തആല ബശറിന് ഒരു ഖുർആനോ കിതാബോ വഹി ഇറക്കൂല, ഉണ്ടെങ്കിൽ മലക്കിനാക്കിയാൽ ചെയ്യാന്നുള്ള വാദം. അപ്പോൾ ഇവിടെ എന്താണ്? അല്ലാഹു തആല മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല ഇവർ. ഇത് ചെയ്യുന്നവനല്ലേ അല്ലാഹ്. നമ്മൾ അഖീദയുടെ കിതാബിൽ പറയും, ഇത് അവനെന്താക്കും? അവൻ്റെ ബശറിൽ നിന്ന് മുർസലിങ്ങളെ തിരഞ്ഞെടുക്കും, അവർക്ക് കിതാബ് ഇറക്കും. ഇതെല്ലാം അള്ളാഹു ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് നിഷേധിക്കുന്ന ആൾക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടില്ലല്ല. എന്നിട്ടോ ഇറക്കിയിട്ടില്ലെങ്കിൽ ഓരോ ടീച്ചി ചോദ്യം, قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس.
ജനങ്ങൾക്ക് ഹിദായത്തായിട്ടും നൂറായിട്ടും മൂസാ നബി ഒരു കിതാബ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതാരിറക്കിയതാണ്? മൂസാ നബി ബഷറല്ലേ? അപ്പോൾ മൂസാ നബി കിടന്ന് കിട്ടി, ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. എന്നിട്ടോ തജ്അലൂനഹു ഖറാത്തീസ, അതുപോലെ ഒരു കടലാസിൻ്റെ സ്ഥാനത്ത് അധികം വെക്കുന്നു. മുസാഫിൻ്റെതായ ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബ് എന്നുള്ള മൂല്യം കൽപ്പിച്ചിട്ടില്ല. തുബ്ദൂനഹ വ തുഖ്ഫൂന കസീറ, ചിലത് ഇവർക്ക് അനുകൂലമാകുന്നത് വെളിപ്പെടുത്തും, ചിലത് ഒളിപ്പിച്ചു. ഇതല്ലേ നിങ്ങൾ ഇപ്രകാരം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതാ കിതാബിറക്കി. എന്നിട്ടോ വഉല്ലിംതും മാ ലം തഅലമൂ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല കിതാബിലൂടെ പഠിപ്പിച്ചില്ലേ, അതാരക്കിയതാ? ഇവർക്ക് ഉത്തരയില്ല. തെളിവ് സാഹിത്യം പറഞ്ഞു കൊടുത്ത ഉത്തരയില്ല. ഖുലില്ല, അള്ളാഹുവാണ് ഇറക്കിയത് തങ്ങൾ പറയണു. ഉത്തരം പൊട്ടുമ്പോൾ അള്ളാഹ്. അപ്പോൾ മൻ അൻസല കിതാബിൻ്റെ ജവാബാണ് ഖുലില്ല. അപ്പോൾ സൂഫിയത്തിൻ്റെ തഫ്സീറിൽ ഖുലില്ലാഹു എന്നുള്ളത് ഇബ്തിദാഅ് ജവാബാക്കി വെക്കണ്ട. അവരുടെ ചോദ്യം ചോദിച്ചാൽ കിട്ടും. ഖുലില്ല, തങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞ സുമ്മദർഹു ഫീ ഖൗദിഹിം യൽഅബൂ, ഓരോ മണിക്ക് വിട്ടേ. അതങ്ങനെ തഫ്സീറിൽ ചില മാറ്റങ്ങൾ വരും. മനസ്സിലത്തില്ലേ? എന്താണ് സൂറത്ത് ഖസസിലെ ആയത്തുണ്ടായാലും വറബ്ബുക യഖ്ലുഖു വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. എന്നിട്ടോ മാ കാന ലഹുൽ ഖിറ മാ നഫിയൻ, ഖിയറത്ത് ഇവർക്കില്ല. അല്ല തിരഞ്ഞെടുത്ത് ഒന്നിലൊരാൾ എത്തിക്കലാണ്. ശരിക്കും ഇഖ്തിയാറുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാ. ഇപ്പം ഖസസ് തന്നെ വിലവാത്ത പേജിലുണ്ടാവും. ഇപ്പം നവാദ് ഉസ്താദിനെ മൈതാനപ്പള്ളി നിയമിക്കുന്നത് ഓർക്കുന്നതല്ല, അന്ന് നിർത്തിക്കുന്നതാണ്. അത് നിൽക്കാണ്ട് പറ്റൂല. ചിലപ്പോൾ ഉണ്ടാവും വണ്ടി ആകാശം പൊട്ടുന്ന ലോഡും വഹിച്ചിട്ട് മറ്റോന്നുണ്ടെന്നാകും ഓടിച്ചിട്ട് പിരാന്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ആയിട്ടും പട്ടി കയറിയെങ്കിൽ ഞാൻ കിഞ്ഞോളാന്ന് പറയും. പക്ഷേ ഓൻ എറണാകുളത്തേക്ക് ആ ചരക്കൊണ്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഉറങ്ങിക്കൂടാ, ഇനി കെട്ടി വലിച്ച് കൊണ്ടുപോണ. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുൽ ഖിയറ. മാ എന്താന്ന് ഇപ്പോൾ നബി അല്ലേ? അബുൽ ഹസൻ ഷാദി തങ്ങളെ റിവായത്തായിട്ട് ലതായിഫുൽ മിനനി പറഞ്ഞെന്താ? വയഖ്താറു മാ കാന ലഹുൽ ഖിയറ, യഖ്താറുടെ മഫ്ഊലായിട്ട് അവിടെ പോയി. റബ്ബുക യഖ്ലുഖു വയഖ്താറു മാ കാന ലഹുൽ ഖിയറ, നിങ്ങൾക്ക് ഖിയറത്തുള്ളത് എന്താണോ അത് അല്ലാഹ് ഇഖ്തിയാർ ചെയ്തിരുന്നു. അപ്പോൾ മാന്തായി നഫിയെല്ലാം ആ പോയിട്ട് മൗസൂലിയായി മാറി. സംഗതി മനസ്സിലായ? അപ്പോൾ അല്ലാഹ ഖുൽ, അല്ലാഹ് നീ പറഞ്ഞോ, വദറിൽ വുജൂദ വമാ ഹവാ, എന്നിട്ട് ഇൻ കുന്ത മുർതാദൻ ബുലൂഗ കമാലി, നീ കമാലെത്തിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അതിനോട് സഞ്ചാരമാണെങ്കിൽ ഇതാ പണിയെടുക്കേണ്ടത്. എന്നിട്ട് അതിന് കാരണം എന്താ? അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളെയും നീ തഹ്ഖീഖാക്കിയിട്ട് പരിശോധിച്ചെങ്കിൽ അപ്പോൾ ഫൽകുല്ലൂന ഖബർ വരണ്ടേ? അതുമാണ് അല തഫ്സീൽ വൽ ഇജ്മാൽ. ഇജ്മാലായ തഫ്സീലായിരുന്നത് മൊത്തമായും ചില്ലറയായും എല്ലാം അതുമ തന്നെ. രണ്ടവസ്ഥയല്ല, ഒന്നെങ്കിൽ തഫ്സീലുണ്ടാവും, ഇജ്മാലുണ്ടാവും. എന്നിട്ടോ വഅലം ബി അന്നക വൽ അവാലിമ കുല്ലഹാ, നീ അറിയണം, നീയും ലോകം മുഴുവനും എന്താ അന്നക്കാൻ്റെ ഖബർ വരണ്ടേ? അന്നക്കൊരു ഖബർ വേണ്ടേ? അതാണ് ലൗലാഹു ഫീ മഹബിൻ വഫീ ഹിലാലി, അത് മഹബിലാണ്, തേഞ്ഞുമായ അവസ്ഥയിലാണ്. നൂഹല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാണ്ട് തേഞ്ഞുമാ ഞങ്ങോട്ട് പോയി. അതാണ് ഇതിൻ്റെ അന്നക്ക ഫീ മഹബിൻ വഫീ ഹിലാലി. എപ്പോൾ ലൗലാഹു അല്ല ഇല്ലെങ്കിൽ, അല്ല ഉണ്ടായിട്ട് നിങ്ങൾ പിടിച്ച് നിർത്തും തോറും എത്ര കാലം നിർത്തുമോ അത്രത്തോളം എന്താക്കും, അങ്ങനെ അങ്ങ് പോകും. ലൗലാഹു പോകാൻ കൈവിട്ട് പിന്നെ എന്തുണ്ടാകില്ല, നീയുമില്ല ലോകവുമില്ല. മല്ലാ വുജൂദ ലിദാതിഹി മിൻ ദാതിഹി
ഒരു സാധനമുണ്ട്, അതിൻ്റെ ദാത്തിൽ നിന്ന് വുജൂദില്ല എന്നെ മറ്റൊരാൾ കൊടുത്തിട്ട് വുജൂദ് കിട്ടിയതാണ്, ഓൻ്റെ തിന്നില്ല. എന്നാൽ ഇപ്പം വുജൂദു, അപ്പം കാണുന്ന അവജൂദുണ്ടല്ലോ, അത് ലൗലാഹു ഐനു മുഹാലി, അവരില്ലായിരുന്നുവെങ്കിൽ മുഹാലിൻ്റെ ഐനാണെന്ന്. അതുകൊണ്ട് ഫൽ ആരിഫൂന ഫനൂഫ ബിഅല്ലം യശ്ഹദു ശൈഅൻ സിവൽ മുതകബ്ബിരിൽ മുതആലി. അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായവർ അത് ഫനാഗായി. ഫനാകുന്നതിനെ രസിക്കൽ എന്നല്ല, അവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി. വെടിക്കെട്ടിൽ ഫനാഗായി പോയില്ലേ, അതുകൊണ്ട് തീവണ്ടി കണ്ടില്ലല്ലോ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യത്തിൽ ഫനാഗായി. ഫനാഗ് എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ നാൾ മരിച്ചെന്നില്ലല്ലോ, എന്നിട്ടാണല്ലോ കത്തിയോണ്ട് കൈമുറിച്ച് ബക്കത്തായന ഐഡിയ കുഞ്ഞ, അതാ ഫനാഗ്. അവർക്കെന്തായിരുന്നു? ഫനായിൻ്റെ അവസ്ഥയായിരുന്നു. ബിഅല്ലം യശ്ഹദു ശൈഅൻ, ഒരു ഷൈഇനെയും അവർ ഷാഹിദായില്ല, സിവൽ മുതകബ്ബിരിൽ മുതആലി, മുതകബ്ബിർ മുതആലി അല്ലാഹു. വറഔ സിമാഹു അലൽ ഹഖീഖതി ഹാലിക, മറ്റുള്ള കാര്യങ്ങളെല്ലാം, അല്ലാഹു അല്ലാത്ത മറ്റുള്ളതെല്ലാം ഹാലിക്കായിട്ടാണ് അവർ കാണുന്നത്. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ, അല്ലാഹു പറഞ്ഞ ആയത്തിൻ്റെ തഹ്ഖീഖിലേക്ക് എത്തി. ഫിൽ ഹാലി വൽ മാദി വൽ ഇസ്തിഖ്ബാൽ, ആകെ 3 സമാനല്ലേ ഉണ്ടാവുള്ളൂ, വർത്തമാനം, ഭൂതം, ഭാവിയല്ലുള്ളൂ, എല്ലാ അവസരത്തിലും. എന്നിട്ട് പറയുന്നത് സന്നഫു, മഹാന്മാരായ ആരിഫീങ്ങൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഫീ ബയാനി ഹാദൽ അംർ, ഈ കാര്യം വെളിവാക്കാൻ വേണ്ടിയിട്ട്. തസാനീഫ, ഒരുപാട് തസാനീഫുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വതഫന്നനു ഫിൽ കലാമി ഫി ഹാദൽ മാന, ഈ അർത്ഥം വെച്ചു കൊണ്ടിട്ടെന്താ കലാമിൽ പല കോലത്തിലും. എന്താ പോലെ? നളുമൻ വ നസ്റൻ, പദ്യമുണ്ടാകും ചിലർക്ക്, ഗദ്യമുണ്ടാകും ചിലർക്ക്. ഇപ്പം കണ്ടത് പദ്യമല്ലേ, 3-4 വരി. വകുല്ലുൻ, എല്ലാവരും അബ്ബറ അലാ ഹസ്ബി ശുർബിഹി വദൗഖിഹി, അവർ അള്ളാഹിൻ്റെ മഹബത്തിൽ നിന്നും ഷുഹൂദിൽ നിന്നും കുറച്ച് കുടിച്ചിട്ടുണ്ട്. കുടിച്ച് അവരെ രുചി കിട്ടി അനുസരിച്ച് ഉറങ്ങട്ട് പറയും. ചിലർ പദ്യമാക്കി പറയും, ചിലരോ ഗദ്യമായിട്ട് പറയും. ഏതായാലും ജസാഹുമുല്ലാഹു അന്നാ ഖൈറാൻ, അവർക്കൊന്നും പ്രതിഫലം കൊടുക്കട്ടെ. കേട്ടോ? ഇനി ഫഇദാ തഖദ്ദറ ഹാദാ, ഈ പറഞ്ഞത് നിനക്ക് ബോധ്യപ്പെട്ടാൽ, വവജദിന അക്സറന്നാസി, ഭൂരിപക്ഷം ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്, ഖദ് ഹുജിബൂ, അവർ ഹിജാബാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണും. മനസ്സിലായില്ലേ? എന്തിനെ തൊട്ട്? അനില്ലാഹി തആല, അല്ലാഹുവിനെ തൊട്ട് അവരാണ് ഹിജാബിലായത്. എന്താ ഹിജാബ്? ഹാജിബ് ബി ഷഹവാതിഹിം, അതാ ആ ഷഹവാത്ത് എന്താണ്? മാ ലൈസ ബി മൗജൂദിൻ മഅഹു എന്ന് പറഞ്ഞാണ് ആ ദുന്യവിയായ ഷഹവാത്ത്. അതുപോലെ ദറജാതിഹിമുൽ ഉഖറവിയ്യ, ഉഖറവിയായ ദറജാത്ത് ആഗ്രഹിക്കുന്ന അത് ഹിജാബാണ്. പക്ഷെ ചീത്തയിൽ മേത്തണം. ചിലരെന്താക്കും? അള്ളാഹിനെ ലിഖാഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണിക്കുന്നു. മറ്റു ചിലരോ പരലോകത്ത് വയസ്സറബു സൽസബീല കുല്ലുഹും യഅ്ബുദൂക മിൻ ഖൗഫി നാരിൻ, അദാബിനെ തൊട്ട് രക്ഷപ്പെടണം, സ്വർഗ്ഗത്തിൽ കയറണം, വലിയ ദറജാത്തും കട്ടിലും കിടക്കലും കിട്ടണം. മോശമൊന്നുമില്ല. പക്ഷേ മറ്റേലേക്ക് ചേർത്തിട്ട് സ്ഥാനം കുറവാണ്. ഏതിലേക്ക്? ഇപ്പോൾ ലക്കായിലേക്ക് വന്നു, അള്ളാഹിൻ്റെ റിദ്വാനിലേക്ക് ചേർത്താൽ. സൂറത്ത് തൗബയിലല്ലേ പറഞ്ഞത്? നിർത്തട്ടെ. തൗബ അവസാനത്തെ ഇടഭാഗത്തെ പേജിൻ്റെ അവസാന വാക്കിലുണ്ടാവും. ഒബ്ജക്റ്റ് 1. കിട്ടി 198 198. ഓക്കെ. والمؤمنون والمؤمنات بعضهم أولياء بعض. കണ്ടില്ലേ? يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. കേട്ടോ? ഇവരെല്ലാം ചെയ്ത സുലൂക്ക ഇത്.
സുലൂക്കിൻ്റെ പട്ടിക നിർത്തിയത് എങ്ങനെ? മോമിനിയങ്ങളുണ്ട്, മോമിനാത്തുണ്ട്, അവർ പരസ്പര സുഹൃത്തുക്കളായി. പിന്നെ അംറും ബിൽ മാറൂഫ് നടത്തി, മുൻകർ വിരോധിച്ചു, നമസ്കാരം നിലനിർത്തി, സകാത്ത് കൊടുത്ത്, അള്ളാഹും റസൂലും ഭയപ്പെട്ട്, ഇതെല്ലാം സുലൂക്ക. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അതിൻ്റെ ജദ്ബ് അത് തീർന്നിട്ടില്ല. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നേരത്തെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിനാ തുടങ്ങിയത്, അവർക്കെന്നെ എഴുതു. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ. ഇതെല്ലാം ഹിസ്സിയായ സ്വർഗീയമായ സുഖങ്ങളാണ്. പക്ഷേ ഇത് ഗായത്തായിട്ടില്ല. വറിദ്വാനും മിനല്ലാഹി അക്ബർന്നാവും, അള്ളാഹിൻ്റെ വക്കൽ നിങ്ങളുടെ റിദ്വാൻ കുറച്ച് മതി, അത് ഇനക്കാണ് അക്ബറാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം എന്ന് പറഞ്ഞു. അപ്പോൾ റിദ്വാനെയും ലിഖായിനെയും മാത്രം കണക്കാക്കിയിട്ട് ആക്കുന്നിട്ട് ഈ ഉഖറബിയായ ദറജാത്തും ഇത് തന്നെ കാണാപടിക്കുന്നു. പിന്നെ മക്കാമാത്തുൽ ഉൽമിയ, അവർക്ക് കിട്ടുന്ന ഉന്നതമായ മക്കാമാത്തുകളും അതോടെ ഫക്കുല്ലു ദാലിക മിനൽ അഗ്യാർ, അതെല്ലാം അഗ്യാറിൽപ്പെട്ടതാണ്. ഗൈർ എങ്ങനത്തത്? അൽ അദ്മിയ, അദ്മിയായ അദ്മിലേക്ക് ചേർക്കപ്പെട്ട അഗ്യാറാണ്. വൽ മൗജൂദാത്തുൽ വഹ്മിയ, വഹ്മിയായ മൗജൂദാത്തുകളുമാണ്. കണ്ടാ? അപ്പോൾ ഫൈദാ തഖററ നാളെ പറഞ്ഞില്ലേ, അവിടെ ഫൈദാ തഖററ അതിൻ്റെ ജവാബ് വരണ്ടേ? അലിംനാ ബിദാലിക, അതാണ് അതിൻ്റെ ജവാബ്. നമ്മൾക്ക് മനസ്സിലായി വുജൂദ ഖഹരിഹി, അള്ളാഹിൻ്റെ ഖഹറിൻ്റെ വുജൂദ് മനസ്സിലായി. നേരത്തെ വന്നില്ലല്ലോ. നിസ്സാരമായ ചില കാര്യങ്ങളെ കൊണ്ടെന്താക്കും, വലിയ കാര്യത്തിൽ തടസ്സപ്പെടുത്തുന്നതാണ്. കൊറോണ വൈറസിൻ്റെ വേടി വരണ്ട് വണ്ടി നിർത്തണമെങ്കിൽ ഈ കൊറോണക്ക് എന്താ പവറുള്ളത്? വണ്ടി നിർത്താൻ അടിച്ചങ്ങ് സ്റ്റാർട്ടാക്കിയിട്ട് വിട്ടാൽ എന്തുകൊണ്ട് സംഭവിക്കല്? അത് നിർത്തി. ഖഹരിയത്ത് എന്തുകൊണ്ട്? ഇത് മിൻ അസ്മാഇഹി തആല അൽ ഖഹാർ, അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയിലുണ്ട് ഖഹാർ എന്നൊരു പേര്, അതിൻ്റെ പ്രകടനമാണ് ഈ കണ്ടത്. വലവിർതഫഅൽ ഹിജാബു അൻഹും, അവർ തൊട്ട് ഹിജാബ് നീങ്ങിയിരുന്നുവെങ്കിൽ, ഇത് ഈ മഹ്ജൂബീങ്ങളായ ഭൂരിപക്ഷം ആളുണ്ടല്ലോ, ലഫനു അൻ അൻഫുസിഹിം, ഓർ നഫ്സിനെ തൊട്ട് ഓർ ഫനാകാകും, വഇറാദത്തിഹിം, അവർ ഇറാദത്തിനെ തൊട്ടും ഫനാകാകും, വബഖൂ ബിറബ്ബിഹിം, റബ്ബിനെ കൊണ്ട് ബഖായിലേക്ക് എത്തുകയും ചെയ്യും. വകാനു ഇബാദല്ലാഹി ഹഖാ, അവർ അള്ളാഹുവിൻ്റെ ശരിയായ ഇബാദായി മാറും, തടിഹബാൻ്റെ ഇബാദാവൂല. വഖദ് സുഇല അബൂ സഈദ് ബിൻ അറാബി എന്ന മഹാനോട് ചോദിക്കപ്പെട്ട് അനിൽ ഫനാ, എന്താ ഈ ഫനാ എന്ന് പറഞ്ഞാൽ? അവൻ നശിക്കൽ എന്നല്ല. ഫഖാല അൽ ഫനാഉ എന്ന് പറഞ്ഞാൽ അൻ തബ്ദു വൽ അളമതു വൽ ജലാലു അലൽ അബ്ദി, അബ്ദിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ അളമത്തും ജലാലും പ്രകടമാകുമ്പോൾ ഫതുൻസിഹി ദുനിയ വൽ ആഖിറ, ആ അളമത്തും ജലാലത്തും എന്താക്കുന്നറിയോ? ഇവൻ്റെ ദുന്യാവിനെ ആഖിറത്തെ മറപ്പിച്ച് കളയുന്നതാണ്. എന്നല്ലാണ്ട് ഇവന് വെച്ചുവെക്കുന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൗന്ദര്യം അങ്ങ് പ്രകടമായപ്പോൾ സ്വന്തം നഫ്സ് മറന്നിട്ട് കത്തിയോണ്ട് കൈമുട്ടില്ലേ? എന്നിട്ട് അവർ പറഞ്ഞെന്താന്ന്? ആശലില്ല മഹാദാ ബശർ ഇൻ ഹാദാ ഇല്ലാ വലക്കും കരീം. അതുപോലെ അഹ്വാലിനെയും ദറജാത്തിനെയും മക്കാമാത്തിനെയും അദ്കാർ എന്നിട്ടോ തൂഫിനിഹി അൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിനെ തൊട്ടും അത് ഫനാക്കി. പിന്നെ വഅൻ അഖലിഹി, വദഅഖലിനെ തൊട്ടും ഫനാക്കി. വഅൻ നഫ്സിഹി വഫനാഇഹി അനിൽ അഷ്യാ, അഷ്യാക്കളെ തൊട്ട് ഫനായി എന്നതും പോയിട്ടുണ്ട്. എന്നിട്ടോ ഫനായി എന്നുണ്ടോ വഅൻ ഫനാഇഹി അനിൽ ഫനാ, ഫനായിനെ തൊട്ട് ഫനായി എന്നതും പോയി, ചുരുക്കത്തിലൊന്നുമില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു യഗ്രിഖു ഫി തഅലീം അഖലുഹു, അവൻ്റെ അഖല് അല്ലാഹുവിൻ്റെ തഅലീമിൽ പറ്റ മുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇത് ഫനാഇൻ്റെ മഅനാക്കാർ പറഞ്ഞു കൊടുത്തത്, അബൂ സഈദ് ബിൻ അൽ അറാബി പറഞ്ഞു കൊടുത്തത്. മക്കാമാത്ത് തന്നെ ഞാൻ വലിയ ആളാകണമെന്നുള്ള മക്കാമാത്ത് തന്നെ
അകയാറ് അത് വെച്ചാൽ അള്ളാഹു അല്ലാത്ത അല്ല അത് നേരത്തെ പറഞ്ഞത്. ഇതൊന്നും അല്ലല്ല. ആഖിറത്തിനും ആഖിറവും അള്ളാഹു അള്ളാന്റെ പടപ്പ് തന്നെയല്ലേ. അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഏതതും അഖീദയിലെ ആഖിറൊന്നും ഇല്ലാന്നല്ലല്ലോ അതിന്റെ വേദന. ഹാദിസായ അള്ളാഹ് പടച്ച സാധനം നത്തത്തിനാന്ന്. ഇനി قالوا الفناء والفناء ولا ثلاثة أوجه. فناء മൂന്ന് തരത്തിൽ വരാം. ഫനാഉ ഫിൽ അഫ്ആൽ. ഒന്ന് അഫ്ആലിലുള്ള ഫനാഇന്റെ തർത്തീബ് എങ്ങനെയാണ്? ഫനായിലുള്ള അഫ്ആല്, പിന്നെ സിഫാത്തിലുള്ള ഫനാ അല്ല ഫനായി എന്ന് പറഞ്ഞാൽ അഫ്ആലിലുള്ള ഫനാ, സിഫാത്തിലുള്ള ഫനാ, ദാത്തിലുള്ള ഫനാ, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാകരുത്. അഫ്ആലുള്ള ഫനാ പറയുമ്പോൾ വമിൻഹും ഖൗലുഹു ലാ ഫാഇല ഇല്ലല്ലാഹ് എന്നാണ് അതിൻ്റെ ഇബാറത്ത്. شهد الفعل واحدا فاطمأنت نفسه واهتدت وأبان السبيل. ഇമാം സാഹിലി തങ്ങൾ പറഞ്ഞതാണ് ഷഹദൽ ഫിഅല വാഹിദൻ. എല്ലാ ഫിഅലും വാഹിദ്, ഒറ്റ ഫായിലിൻ്റെ വക്കൽ നിന്ന് വരുന്നത്. അവൻ വിവിധങ്ങളായ ഫായിലിടില്ല. ഒന്ന് മേശ പടച്ചത് ആശാരി, കൂട്ട് പടച്ചത് കൊല്ലാൻ, മറ്റേത് പടച്ചത് കൊല്ലാൻ, എല്ലാം പോയി. എല്ലാം പടത്തിൻ്റെ പടപ്പാരാന്ന് അല്ലോ. അത് ഷാഹിദാവലാണ് പറഞ്ഞു നടന്നുണ്ടായില്ല. പറഞ്ഞു നടന്നുകൊണ്ട് തന്നെ നോക്ക് കിട്ടൂല. പൻസാര തസ്മീമാലയും പിടിച്ചിട്ട് 1000 വട്ടം പറഞ്ഞാണ് മുതലുണ്ടാവുക. എന്താ സിഫാത്തിലുള്ള ഫനാകാണ്. സിഫാത്ത് ഉമ്മഹാത്തെ ഇവിടെ എടുക്കുന്നുള്ളൂ. എന്നുവെച്ചാലോ ലാ ഹയ്യ വലാ ആലിമ വലാ ഖാദിറ വലാ മുരീദ വലാ സമീഅ വലാ ബസീറ വലാ മുതകല്ലിമ അലൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അപ്പം അഖീദയിലുണ്ടെന്ന തർത്തീബ് പ്രകാരം ഞാൻ എന്താണെന്നറിയോ? ലാ ഹയ്യാദ്യുള്ളൂ, ഇൽമുണ്ണു, ഇറാദത്ത് കഴിഞ്ഞിട്ടാണ് കുദറത്തുണ്ടത്. അതുകൊണ്ട് കുദറത്തിൻ്റെ പ്രകടനം ഇറാദത്തിനോട് താബിയായിട്ടാണ് ഉണ്ടാകുക. ആദ്യം തഖ്സീസാക്കിയതനുസരിച്ച് എന്തുള്ളൂ കുദറത്തുകൊണ്ട് പ്രകടമാകുള്ളൂ. ആദ്യം ഇൽമു കൊണ്ട് തഹ്ഖീഖാക്കും. അതിനപ്പുറം ഇപ്പുറം ഭൂതവും വർത്തമാനും ഭാവിയെല്ലാം നോക്കി തഹ്ഖീഖാക്കും. തഹ്ഖീഖാക്കിയിട്ട് ഇറാദത്ത് തഖ്സീസാക്കും. എന്നിട്ടോ കുദറത്തേനെ ബിൽഫീലുണ്ടല്ലോ. അങ്ങനെ തന്നെ ലെപ്പുണ്ടായില്ലേ. ഇങ്ങനെ നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ മെയിൻ റോട്ടിന് ഇറങ്ങണം. ഇല്ലേ ആദ്യം ഇൽമുണ്ട് തഹ്ഖീഖാക്കുന്ന കണ്ടിട്ടാ എന്താകില്ലേ നിങ്ങൾ എന്താക്കില്ല അറിഞ്ഞോ? അങ്ങനെ വണ്ടി വന്നിട്ടുണ്ടോ, ഇങ്ങനെ വണ്ടി വന്നിട്ടുണ്ടോ, അപ്പുറത്തെങ്കിലും ഉണ്ടോ, കയറാൻ പറ്റുമോ എന്ന് ആദ്യം ഇൽമുണ്ട് തഹ്ഖീഖാക്കും. അതല്ലേ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ചാലച്ചുവ വയ്ക്കാൻ പോകേണ്ടത്, എല്ലാ സിറ്റിയിലേക്കാണ് പോകേണ്ടതെന്ന് ഇറാദത്തോട് തഖ്സീസാക്കുന്നില്ലേ? തഖ്സീസാക്കിയതിന് ശേഷമല്ലേ ഇരിക്കല്. അതന്നുണ്ട്. അതെന്തെല്ലാം എന്തോ നമുക്ക് നോക്കത്താത്ത, കയ്യിൽ കിട്ടാത്ത മേഖലയാണെന്ന് മനസ്സിലാക്കിയില്ല നെറ്റുപറ്റിയത്. എപ്പോഴും നമ്മൾ പോക്കറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അഖീദയിൽ എണ്ണുമ്പോൾ എങ്ങനെ ഉണ്ടല്ലേ? ഹയാത്ത്, ഇൽമ്, പിന്നെ ഇറാദത്ത്, ഖുദ്റത്ത്, 7 സിഫാത്തല്ലേ. അല്ലാഹു തആലാനെ കൊണ്ട് വസ്ഫ് പറയപ്പെടാവുന്ന 8 സിഫാത്താണ് ആർക്കുള്ളത്? മനുഷ്യനിക്ക്. പക്ഷെ അതുകൊണ്ട് മനുഷ്യൻ അല്ലാവൂല. അതുകൊണ്ട് കാമ്പിനും കൈഫിനും എല്ലാം മാറ്റുന്നു. ആ പേര് പറയൽ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സിഫത്ത് എന്താ? വുജൂദ്. അള്ളാഹിനെ കൊണ്ട് മൗജൂദ് എന്ന് പറയൂലേ, സയ്യിദ് മൗജൂദ് എന്നും പറയൂലേ. അല്ലാഹു തആലക്ക് ഹയാത്ത് കൊണ്ട് വസ്ഫ് പറയും. പക്ഷെ സയ്യിദിനും ഹയാത്തുണ്ട് അല്ലേ. അതിനപ്പുറം നമുക്ക് അല്ലാഹു തആലക്ക് ഇറാദത്ത് കൊണ്ട് പറയും. ഇവനും കൊണ്ടാണ് ഇറാദത്ത്. പക്ഷെ ഇതെല്ലാം എന്താന്ന്? അപ്പോൾ ഇറാദത്തുണ്ട്, പിന്നെ ഇൽമി, ഇറാദ, ഖുദ്റത്ത്, സമഅ്, ബസർ, കലാം. അപ്പോൾ അല്ലാഹു തആലക്ക് വസ്ഫ് അറിയപ്പെടുന്ന 8 സിഫാത്ത് കൊണ്ട് ഇവനിക്ക് വസ്ഫ് അറിയും. അതുകൊണ്ട് ഇവൻ അല്ലാഹി എന്നല്ല അതിൻ്റെ അർത്ഥം വരിക. വെറും നാമം. അതെല്ലാം എടുത്ത് കിട്ടി, ആടുന്ന് കിട്ടി. അപ്പോൾ എൻ്റെ കേൾവി നീ തന്നിട്ടാണ്, എൻ്റെ കാഴ്ച നീ തന്നിട്ടാണ്, എൻ്റെ സംസാരം നീ തന്നിട്ടാണ്, എൻ്റെ ഇറാദത്ത് നീ തന്നിട്ടാണ്.
ഇലാഹി അൻത തഅലമു അന്ന ഇറാദതി മിൻ ഐനി ഇറാദതിക വഖുദ്റതി മിൻ ഐനി ഖുദ്റതിക ഫഹ്ലുൽ അല്ലാഹുമ്മ ഉഖദ ഇഖാലി തബഇ വൽ ആദതി അൻഹുമാ ആന. തബഇ ആദത്തിൻ്റെ ഒരു പരിമിതിയിൽ അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്, ഇതെല്ലാം കുടുക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചേ പുറത്തു വരുള്ളൂ. ഒരു മനുഷ്യനിക്ക് ഒരു കഴിവിൻ്റെ ഒരു പരിധി വെച്ചിട്ടുണ്ട്. തബഇ ആദത്ത് എന്നുള്ള ആ കുടുക്കിയിട്ടുണ്ട്. ആ ഘട്ടം കഴിച്ചിട്ട് എന്താക്കണം, ഫസദ്ദിഫഹുമാ ഫിൽ കൗനി അലാ മുഖ്തദാ ശഅനി അളമത്. നിൻ്റെ അളമത്തിൻ്റെ ശഅനനുസരിച്ച് എന്താക്കണം, രണ്ട് ചിലവാക്കി തന്നെ എന്ന് പറയുമ്പോൾ ഖാരിഖുല്ലാദത്തായ പല പണികളും നടത്താൻ കഴിയും. ഘട്ടം കഴിച്ച് തബഇ ആദത്തിൻ്റെ രണ്ട് ഘട്ടുണ്ട്. ഫഹ്ലുലില്ലാഹുമ്മ ഉഖദ ഇഖാലി തബഇ വൽ ആദതി അൻഹുമാ. ഏത് അതില്ല, സമീഉം ബസറും ഖുർആൻ എപ്പോൾ അതന്നെ സമീഉം ബസറല്ലുണ്ട്. അതുകൊണ്ടല്ലേ സമീനെ മുന്തിച്ചോന്നിനെ കാരണം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സമീൻ്റെ ജിഹത്ത് കണക്കില്ല, എല്ലാ ഭാഗത്തൊന്നും കേൾക്കും. ബസറിന് കാണണമെങ്കിൽ മുവാജഹത്ത് വേണം, ബേക്ക് കാണൂല. സമയ പൊതുവെ അടക്കാൻ കഴിയൂല, ബസർ അടക്കലുണ്ട്, ഷട്ടർ അതിനേലുള്ളൂ. വഫനാഉം ഫി ദാത്ത് ഏതാണ്, ലാ മൗജൂദ അലൽ ഇത്ലാഖി ഇല്ലല്ലാഹ്. മുത്തലഖായ വജൂദ് ഒരിക്കലും അദമ് മുമ്പും വരൂല, ശേഷം വരികയും ചെയ്യില്ല. അതിന് മറ്റൊന്നിലേക്ക് ഇഹ്തിയാജ് ഇല്ലാത്ത മൗജൂദ് അല്ലാഹേ ഉള്ളൂ. വഅൻശദൂ ഫീ ദാലിക, ഈ മൂന്നെണ്ണം സൂചിപ്പിക്കാൻ പാട്ട്. ഫയഫിനാ സുമ്മ യഫിനാ സുമ്മ യഫിന എന്ന് പറയുമ്പോൾ എന്തായി, ആദ്യത്തെ ഫയഫിന അടുത്തേക്ക് പോകും അഫ്ആലിലേക്ക്. സുമ്മ യഫിന രണ്ടാമത്തതോ സിഫാത്തിലേക്ക്. സുമ്മ യഫിന എന്നുള്ള ദാത്തിലേക്ക്. അപ്പം ഫകാന ഫനാഉ അനൽ ബഖാ, ഫനാ പൂർത്തിയായാൽ പിന്നെന്താണ്, തിരിച്ചു എത്താൻ ബഖാ ഉണ്ടായത്. ഫനാന് ശേഷം ബഖാ ഉണ്ടാവും. ആ ബഖാന് എന്ത് പറയും, ഫർഖുസ്ഥാനി എന്നും പറയും. അപ്പോൾ ഫർക്ക് അബ്ബലുണ്ടാകും, ജമ്മുണ്ടാകും, ജമ്മുണ്ടാകും, പിന്നെ ഫർഖുസ്ഥാനിയും വരും. ഇതല്ല ജൂദു മൻ ജാദൽ വുജൂദ വുജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇൽ ഇദ്ദിജാലി ജാൽ. അപ്പോൾ ആദ്യത്തുനിന്ന് ഇങ്ങനെ കയറിയത് ബഖായിലേക്ക് തിരിച്ചു വന്നാൽ ഇങ്ങിട്ടിറങ്ങലാണ്. അപ്പോൾ തറക്കി ഉണ്ടാവും, തദല്ലി ഉണ്ടാവും. തദല്ലിയാകുന്ന അവസരത്തിൻ്റെയൊക്കെ മനുഷ്യന്മാരിലേക്ക് ഇറങ്ങിയിട്ട് ഓർക്ക് ദീൻ ഹക്കായ ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഫനായിലേക്ക് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല, ഓരോയിട്ട് ഒത്തുപോകില്ല. ജമ്മിൽ അവർക്ക് ഒരു കഥയും ഇല്ല. എന്തായാലും അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. ചിലപ്പോൾ ഒക്കാത്ത വാക്കെല്ലാം പറഞ്ഞു തരും. അല്ലാഹുമ്മ എന്താന്ന് അന്ത അബദി ആന റബ്ബുക്കാന്ന് പറഞ്ഞു. ഒരാൾ ഒട്ടകം കാണണ്ടായിട്ട് റിയാദു സാലിഹിൽ ഹദീസ്, ഒട്ടകം കാണണ്ടായി. അയാൾക്ക് ഒരു ഗതിയില്ലാണ്ട് ഗന്ധുക്കുമ്പോൾ കുറച്ച് കൊണ്ട് എല്ലാം തിരിച്ചു വന്നു. അയാൾ വമ്പിച്ച് സന്തോഷം കൊണ്ടെന്താക്കി അള്ളാഹിനോട് പറഞ്ഞു പോയെന്നു, നീ അബദും ഞാൻ റബ്ബു വന്നു, നിനക്ക് നേരെ പറഞ്ഞ പോലെ വിടുവോ. സന്തോഷാധിക്യത്തിൽ അയാൾ ഫനാഹ് വന്നുപോയി. എന്നിട്ടാണ് അയാളെ കുറ്റപ്പെടുത്തേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അഖ്താ മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷാധിക്യത്തിലൊക്കെ തെറ്റുപറ്റിയതാണ്, നിങ്ങൾ അയാളെ പറ്റി കുറ്റമൊന്നും പറയല്ലേ എന്ന്. അപ്പോൾ ഔലിയാക്കൾക്ക് ഫനായിലോ ജമ്മിലോ ഒക്കാത്ത വാക്കെന്നൊക്കെ പറഞ്ഞാൽ ഓരങ്ങ് വിട്ടേക്കാൻ നമ്മൾ പിടികൂടെ നിന്നാലാവില്ല. തങ്ങൾ തന്നെ ഉതിര് കൊടുത്തു പോയി. ഇവിടെ അവിടെ കൊണ്ടപ്പോൾ ഓർ അങ്ങനെ പറഞ്ഞില്ല, ഓരിങ്ങനെ നോക്കണ്ട കഥ. ഏറ്റു പറയാൻ പറ്റൂലല്ലോ. അത് സാലിമ പറഞ്ഞില്ലേ, ആറ് പറയും പോലെ പറയില്ല എന്ന്. ആ സാലിമ അത് ഹയ്യൻ്റെ 4-ാം ദിവസം പറഞ്ഞിട്ട് അള്ളാഹിനെ പേടിപ്പിച്ച ഒരാളുണ്ടായിരുന്നു, ബർസ്. ഇത് കണ്ടിട്ട് നിങ്ങാരും പറയാൻ നിൽക്കണ്ടായിരുന്നു. അത് മുഖമിലേക്ക് എടുക്കുകയേ ചെയ്യൂല. അപ്പം അതങ്ങ് വിട്ടേക്കല്. അത് അവാരിഫിനാണ് നമ്മൾ ഓതിയത്, ശതഹാത്തിന് മുഖമിലൊക്കെ എടുക്കൂലെന്ന്. ശരിക്കും ശതഹാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നൊരയാന്നേ. ഇന്നലെ ഹോട്ടലിൽ പോയിട്ട് എന്താക്കി തരുമോ, ചാ നല്ലോണം അടിച്ച് തന്നു നോക്കുമ്പോഴേക്കോ കിട്ടുന്നെല്ലാം പത. കുറേ അംഗത്തിൽ അടിയിലാണ് ചായൻ്റെ കാതിൽ കിട്ടിയത്. അപ്പോൾ ഈ അടിക്കുമ്പോൾ വന്ന പതയാണ് ഏത്, ഈ ശതഹാത്ത്. അത് കുടിക്കാൻ പറ്റൂല.
അഹ്വാനും മക്കാമിലെത്തുമ്പോൾ ഷത്തഹത്ത് വന്നിക്കും. മെഡിക്കൽ കോളേജ് 1-ാം കൊല്ലം പഠിക്കുമ്പോൾ അതിൻ്റെ കോട്ടും കോലാറ്റെല്ലാം ചെയ്യും. എന്നിട്ട് മരുന്നെല്ലാം എഴുതി കൊടുക്കാനും ഒരു കേത്തിൽ വെക്കാനും ഇപ്പം ഡോക്ടറായ ഉണ്ട് ഉണ്ടല്ല. ഇനി വഖാല സയ്യിദി മുഹയ്യിദ്ദീൻ മൻ ഷഹിദൽ ഖൽഖ, അത് ഒന്നാമത്തെ ഫനാക പറയുന്നേ. പടപ്പുകളെ അയാളെ ഷാഹിദായത് ലാ ഫിഅല ലഹും എന്നുള്ളതാണോ എന്നാ ഫാലിലുള്ള ഫനാകായി ഫഖദ് ഫാസ, ഓ ഫായിദായി. വമൻ ഷഹിദഹും ലാ ഹയാത്ത എന്നുള്ളത് സാമ്പിൾ മാത്രമാണ്. ഹയാത്തിന് ശേഷം എന്തെല്ലുണ്ട്? ഇൽമ്, ഖുദ്റത്ത്, പല സിഫാത്ത് എണ്ണാനുണ്ട്. അത് ഇബാറത്ത് ചുരുക്കാൻ വേണ്ടി എന്താ ലാ ഹയാത്താന്ന് വെച്ചു എന്നാ ഫഖദ് ഹാസ. പിന്നെ അവസാനം കളയാനുള്ളത് ഹയാത്താണല്ലോ. ഹയാത്ത് ഉണ്ടെങ്കിലല്ലേ ഇതിന് ഇൽമിനും ഇറാദത്തിനും സംനും ബസറിനും പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഒരു സാമ്പിൾ പറഞ്ഞു ഫഖദ് ഹാസ. അവന് ഒരു പദവി ഒരുമിച്ച് കൂട്ടി, അത്ര കണ്ട്. വമൻ ഷഹിദഹും, അങ്ങനെയാണ് ആ ഇബാറത്ത് കൊണ്ട് അടന്തുള്ള അങ്ങനെ തന്നെയാ ഇത് ഹാസ. അതിലെന്തള്ള അതാണ് പറഞ്ഞൊപ്പിക്കാം. എന്തുണ്ട്? അഫ്ആലിലുള്ള ഷുഹൂദും വന്നിൽ നിന്ന് സിഫാത്തിൻ്റെ ഷുഹൂദിലേക്ക് അയാൾ വിട്ട് കിടന്നതെന്ന് പറഞ്ഞ് ഒപ്പിക്കാം. ഒരൊപ്പിക്കപ്പെടാം. ഇനി അയിനല്ലതം, അയിനല്ലതം ഏതായി റാത്തിലുള്ളത്? ഫഖദ് വസല. അപ്പോഴാണ് വാസിലാകൽ. അത് പറഞ്ഞതുകൊണ്ടല്ലേ ആ മക്കാമ് ഷഹീദാന്ന മനസ്സിനത് ബോധ്യപ്പെട്ട് വരണം, അതിൻ്റെ രുചി കിട്ടണം. وأنشدوا في هذا المعنى من أبصر الخلق كالسراب فقد تركا عن الحجاب إلى وجود يراه رتقا بلا ابتعاد ولا اقتراب ولم يشاهد به سواه هناك يهدى إلى الصواب ولا خطاب به إليه ولا مشير إلى الخطاب. അതിന് അക്ഷരം എങ്ങനെയാണ്? നമ്മൾ ചെല്ലുക പോലെ തന്നെ അനിൽ ഹിജാബി. അതാ അവൻ്റെ ഒരക്ഷരോടെ ചുരുക്കത്തിൽ പറഞ്ഞത് തന്നെ. മൻ അബ്സറൽ ഖൽഖ കസ്സറാബ്, സൃഷ്ടികളെ ഒരാൾ കാണുന്ന കസ്സറാബ് ഏതാന്ന് മരീചിക എന്ന് പറയുന്നില്ലേ, നട്ടുച്ച വെയിലത്തത് ഇങ്ങനെ വെള്ളം പോലെ കാണുന്നു. അതുപോലെ കണ്ട ഫഖത്തറക്ക, അയാൾ കുറച്ച് കയറിയിട്ടുണ്ട് അനിൽ ഹിജാബിനൊത്തിട്ട്. പറ്റ ഹിജാബിലല്ല ഇപ്പോൾ ഉള്ളത്. എവിടത്തേക്ക്? ഇലാ വുജൂദിൻ യറാഹു റത്ഖാൻ, ഒരു വുജൂദിലേക്ക്. യറാഹു റത്ഖ്, റത്ഖ് ഫത്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണം കൂടിച്ചേർന്നാലുണ്ടാകുന്ന റത്ഖ് എന്ന് പറയും. അതിങ്ങനെ വിരിഞ്ഞാൽ എന്ത് പറയും? ഫത്ഖ്. ഇപ്പോൾ പുഷ്പം ആദ്യം മൊട്ടയിൽ നിൽക്കുമ്പോൾ അതെന്താ? റത്ഖാണ്. ഇങ്ങനെ മൊട്ടയിൽ നിൽക്കും. അത് കുറേ ഇങ്ങനെ വന്ന ഫത്തക്ക. അന്നസമാവാത്തി വന്ന കാനത്താ റത്ഖാൻ ഫഫത്തഖ്നാഹുമാ. അപ്പോൾ റത്ഖ് എന്ന് പറഞ്ഞപ്പോൾ ഇവനെന്താകുന്നത്? ഹഖീഖിയായ മൗജൂദും മജാസിയായ മൗജൂദും കൂടി കൂടിച്ചേർന്നിട്ട് വേർതിരിച്ചാണ് ഇങ്ങനെ റത്ഖായിട്ട് നിൽക്കുന്നത് കേട്ടോ. ആദ്യത്തിന് അത് കഴിഞ്ഞിട്ടുണ്ടാക്കും ഫത്തത്താകുന്നത്. ഓ ഇത് മജാസ്, ഒന്നിനും പറ്റൂല, ഇത് ഹഖീഖിയാന്ന് വേർതിരിക്കും. അത് അബിലബ്തിആദിൻ വലഖ്തിറാബി, ആടെ അകൽച്ചയോ അല്ലെങ്കിൽ അടുക്കലോ എന്നൊന്നും പറയാൻ പറ്റൂല. വലം യുശാഹിദ് ബിഹി, അവനോടൊപ്പം മുശാഹദ ചെയ്യൂല സിവാഹു, മറ്റൊന്നിന്. അപ്പോൾ ഇഷാഹിദിൻ്റെ മഫ്ഊലാണ് സിവാഹു. ഹുനാക ജുഹദാ ഇല സവാബി, ആ അവസരത്തിൽ സവാബിലേക്ക് ഹിദായത്തിലാക്കപ്പെട്ടു. പിന്നെ ഫതക ബാബുഹു നസറ ഷക്കഹു, ഫതക്കാൻ്റെ വറത്തഖു ളിദ്ദുൽ ഫത്ഖി. ഇനി ഫലാ ഖിതാബ ബിഹി ഇലൈഹി വലാ മുശീറ ഇലൽ ഖിതാബി. ഇനി പറയാൻ പോകുന്നത് എന്താണ്? സമയമുണ്ടല്ല, ഉണ്ട്, കുറച്ചും കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ലാഹിർ എന്നൊരു വസ്ഫുണ്ട് ഇല്ലേ? ലാഹിറും അസ്മാഉൽ ഹുസ്നയില്ലേ? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവ്വൽ എന്നൊരു വസ്ഫുണ്ട്, അടുത്തേക്ക് നോക്കിയിട്ട് അവൻ്റെ ഖിദമിലേക്ക് നോക്കിയിട്ട്. വൽ ആഖിറു എന്ന വസ്ഫുണ്ട്, അടുത്തേക്ക് ബഖായിലേക്ക് നോക്കിയിട്ട്. വൽ ബാത്തിൻ, അവൻ്റെ
വല്ലാഹിറു എന്ന് പറഞ്ഞാൽ ദുഹൂറിൻ്റെ ഓപ്പോസിറ്റാണ് ബുത്തൂന്, അല്ലേ? ദുഹൂർ ബുത്തൂന്. ഈ ദുഹൂർ എന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ്? എത്തിബാരിയ എന്നാണ്. ആണ് ബാജുരി മമാല വിശാലം ചെന്ന് എൻ്റെ കയ്യിൽ ഒരു വസ്ത്രമുണ്ട്. ഈ വസ്ത്രം നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഈ വസ്ത്രത്തിന് ദുഹൂറുണ്ട് എന്ന് പറയും. ദുഹൂർ ഇത് ലാഹിറാണ്. ഇത് ചുരുട്ടിയിട്ടുണ്ടെങ്കിൽ ആര് കാണുന്ന സ്ഥലത്ത് വെച്ചാൽ ഈ ലുഹൂറ് പോയിട്ട് ഇപ്പം ബുത്തൂനായി മാറി. ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിൽ ലുഹൂറ് ബുത്ത് പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടാകും. ഈത്തിബാരിയ. അപ്പോൾ ലാഹിറും ബാത്തിനും പരസ്പരം വൈരുദ്ധ്യമില്ല എന്നാണ് ഖസാലിമാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? ലാഹിർ എന്ന് പറഞ്ഞാൽ ഷുഹൂദിൻ്റെ അഹലുകാർക്ക് ആദ്യമായി കാണുന്നത് അള്ളയാണ്. അപ്പോൾ ഓറിലേക്ക് നോക്കിയിട്ട് അന്ന് ലാഹിറാണ്, അല്ലേ? അപ്പം ചിലർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബാത്തിനും. നമുക്ക് ഹിജാബുണ്ട്, തിരിച്ചു വെച്ചാലങ്ങനെ തന്നെ. അത് ഹയ്യാലി പറഞ്ഞല്ല, പരിസരമായ ഉസ്ഫങ്ങിൻ്റെ സ്ഥലത്ത് വന്ന് ദുഹൂറുണ്ടെങ്കിൽ ബുത്തൂനില്ല, ബുത്തൂനുള്ള ദുഹൂർ. അത് ചിലർക്ക് ലാഹിറാണ്, ചിലർക്ക് ബാത്തിനാണ്. ചിലർ പറഞ്ഞെന്താ? ലാത്ത് കൊണ്ട് ബാത്തിനാണ്, അഫ്ആൽ സിഫാത്ത് അസ്മാകളെ കൊണ്ട് ലാഹിറാണ്. അപ്പം ആ ലുഹൂറിൻ്റെ എല്ലാ വജുഹും അപ്പുറം പറയും. അതുകൊണ്ട് ഒരിക്കലും അല്ലാക്കുന്നില്ല ഹിജാബ് എന്ന സാധനം ഉണ്ടാകുകയേ ചെയ്യൂല. 10ഓളം വജുഹിൽ കൂടി മുപ്പറ സ്ഥാപിക്കും. നോക്ക്, ആദ്യ ചെറിയ ചെറായോ അതെന്തിനാ? ثم ذكر أدلة تدل على أنها لا ينبغي أن يحتجب بتلك الأكوان. അക്വാനുകളെ കൊണ്ട് അള്ളാഹു താലാക്ക് ഹിജാബ് ഉണ്ടാവുക എന്നതുണ്ടാവില്ല. ഹിജാബ് ആയിരിക്കാണ്, അബദിനാണ്, അല്ലേ? അതിന് ദലീൽ എന്താണ്? അതാ മുപ്പർ പറയുന്നത്. കൈഫ യുതസബ്ബറു അൻ യഹ്ജുബഹു ശൈഉൻ. എന്തെങ്കിലും ഒരു വസ്തു അള്ളാഹു താലന് ഹിജാബാകൽ എങ്ങനെ ഊഹിക്കാൻ പോലും കഴിയോ? എത്തരത്തിൽ? വഹുവല്ലദീ അദ്ഹറ കുല്ല ശൈഇൻ. എല്ലാ സാധനത്തിനും ലുഹൂർ നൽകിയത് അവനാണല്ലോ. അപ്പോൾ ലുഹൂർ നൽകിയ സാധനത്തിന് ലുഹൂർ ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? നൽകുന്ന സാധനം ആദ്യം അവനുണ്ടാണ്ടേ. എല്ലാവരെയും പഠിപ്പിച്ച മൊയ്ലാറാന്ന് പറയുമ്പോൾ അയാളാദ്യം പഠിച്ചിരിക്കണ്ടേ? അതാ അദ്ഹറ കുല്ല ശൈഇൻ, എല്ലാ സാധനത്തിനും ഇൽഹാറാക്കി എന്ന് പറഞ്ഞെങ്കിൽ ബിമാ അശ്റക അലൈഹി മിൻ നൂരിൽ വുജൂദ്. വുജൂദിൻ്റെ നൂറിനാൽ ആ വസ്തുവിനെന്തായി? അല്ലാഹു തആല പ്രകാശിപ്പിച്ച കാരണത്തിന് വേണ്ടി. വഖദ് കാന ഫീ ദുൽമത്തിൽ അദം. ഒരു കാലത്ത് ആ വസ്തുക്കളെല്ലാം എന്തായിരുന്നു? അദമിൻ്റെ ഇരുട്ടിലായിരുന്നു. കമാ തഖദ്ദമ, അത് മുമ്പ് നൽകോനു കുല്ലുഹു ദുൽമത്തുൻ തുടങ്ങുന്നു. അപ്പോൾ ഫബി ദുഹൂരിഹി ഫിൽ അശിയാഇ ബഹറത്. അപ്പോൾ അശിയാക്കളിൽ അല്ലാഹുവിൻ്റെ ദുഹൂർ കാരണത്താൽ വസ്തുക്കൾ എന്തായി? വാഹിറായി. വൈദാ കാന ദുഹൂറുൽ അശിയാഇ മുതവഖഫൻ അലൈഹി. അപ്പോൾ അശിയാക്കൾക്കുള്ള ദുഹൂർ അല്ലാഹുവിൻ്റെ മേൽ മുതവഖഫാണ്. എന്നുവെച്ചാൽ അന്യമള്ളി ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഫയസ്തഹീലു അൻ തഹ്ജുബഹു. ഇത് ഈ അശിയാക്കൽ അല്ലാഹു തആലാനെ ഹിജാബാക്കൽ എന്നല്ല, മുസ്തഹീലാണ്. രണ്ടാണ് മുപ്പർ. കൈഫ ഹത്താ യകൂന ഖഫിയൻ. എന്നിട്ട് ഹിജാബാക്കിയിട്ട് അല്ലാഹു തആല ഖഫിയാവലി ഗൈറ ലാഹിരിൻ, ലാഹിറാവാത്ത ഖഫിയാവൽ സംഭവിക്കൂല. കാരണം ഫഇന്നൽ ഇദ്ഹാറ ഇന്നമാ യുഫീദു ദുഹൂറൽ മുദ്ഹിരി. ഇദ്ഹാർ എന്നില്ലേ, മറ്റുള്ളതിന് ഇൽഹാറാക്കൽ എന്നുള്ളത് ആ മുദ്ഹിറിന് ആദ്യം ദുഹൂർ ഉണ്ടാകണം എന്ന് വരും. കണ്ടോ? ലാ ഖഫാഹു, ഖഫായിന് ഉണ്ടാക്കൂല. ഒരാൾ ഡ്രൈവിങ് പഠിപ്പിക്കുക, അയാൾ ആദ്യം ഡ്രൈവറാകണോ? എന്നിട്ട് അയാളെ സീറ്റ് ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കൽ. എന്നെപ്പോലത്തെ ആളുടെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നില്ലോ. ആദ്യം ഉസ്മോനിക്ക് വേണം. ഇനി കൈഫ, അപ്പോൾ ഒന്ന് കൈഫ യുതസബ്ബറു. കൈഫ യുതസബ്ബറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അല്ലദീ ളഹറ ബികുല്ലി ശൈഇൻ. എല്ലാ ശൈഇനും അവനാണ് ളാഹിർ എന്ന ദാത്ത് കൊണ്ട് വന്നിരിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വുജൂദ് മുതൽ ഇൽമു മുതൽ ഇറാദത്ത് മുതൽ സകല നമുക്കെന്താക്കാം? ശുഹൂദിൽ കണ്ടെത്താൻ കഴിയും.
അതുകൊണ്ടാണ് എന്താകി ഹത്തസ്തദല്ല അലൈഹിൽ മുസ്തദില്ലൂൻ, തെളിവ് പിടിക്കുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷണങ്ങളും സാഹചര്യത്തിൽ തെളിവുകളും കൊണ്ടിട്ട്. ഇപ്പോൾ പോലീസ് വന്നിട്ട് കള്ളനെ കണ്ടെത്തുന്ന എങ്ങനെയാണ്? കള്ളനെ കാണുന്നില്ലല്ലേ ആളുകൾ. ഇവിടെ വന്നിട്ട് പരിശോധിച്ച് വിരൽ പതിഞ്ഞതും മറ്റേതും കാല് പതിഞ്ഞതും ചെരുപ്പിട്ടിട്ടാ കയറി ഇല്ലാണ്ടാ കയറിയതിന് അങ്ങന്നാ വന്നു ഇങ്ങന്നാ വന്നെല്ലാം ഇഷ്ടംതലാലും ചെയ്തിട്ടുണ്ട് കണ്ടെത്തുന്നു. അല്ല, തെളിവ് നശിപ്പിച്ചാൽ പിന്നെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. അഷിയാക്കൾ ഉപയോഗിച്ച് മുസ്തദില്ലീങ്ങളാരാന്ന്? താണെ പടിയിലുള്ള ആളാണ്. എന്നിട്ടോ കമാ ഖാല അല്ലാഹു തആല സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു തആല ഹക്കാണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെയുള്ള എല്ലാ തെളിവുകളും ആഫാക്കിലും ഒരു സ്വന്തം നഫ്സിലും നാം കാണിച്ചു കൊടുക്കാറ്. ആഫാക്ക് ഏതാണ്? ലോകം. അംഫുസ് സ്വന്തം ശരീരം. അപ്പോൾ സ്വന്തം ശരീരത്തിൽ തന്നെ എന്തുണ്ട്? ഇതാരോ ഇങ്ങനെ സംവിധാനം ചെയ്ത ഒരു റബ്ബുണ്ട് തെളിക്കും. അപ്പോൾ അല്ലാഹ് എന്നുള്ളത് ഒരു നിത്യയല്ല, വെറും ഒരു വിശ്വാസം മാത്രമല്ല, ഹക്കായ ഒന്നാണെന്ന് അപ്പം തെളിയും. അസറുകൾ എന്താക്കും? മുഅസ്സിറിൻ്റെ മേലറിയിക്കും. ഒരാൾ നടന്നിട്ട് പോയാൽ നടന്നിട്ട് വന്നിട്ടുണ്ടെന്ന് കാണൂലേ? ഒരു സഹാബിയോട് ചോദിച്ചില്ലേ, എനിക്ക് അള്ളാഹ് എങ്ങനെ തിരിഞ്ഞത്? അൽ ബഅദത്തു തദുല്ലു അലൽ ബഈർ. ഒട്ടകത്തിൻ്റെ ചാണകം കണ്ടാൽ ഇതിൽ കൂടി ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മൾ ഗേറ്റിലുണ്ട് പശു കയറിയാൽ ചാണകം കണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല രാത്രി പശു കയറിയിട്ടുണ്ടെന്ന്. അതെങ്ങന്നാ വന്നൊന്നും തിരിയോ? എന്തുകൊണ്ട്? അതിൻ്റെ കൂർത്ത ഭാഗം എപ്പോഴാണോ ആടെ അടിക്കും അങ്ങനെ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ചിലത് കാണാത്ത കണ്ടെത്താൻ കഴിയും. മുമ്പ് പട്ടിക്കാട്ടും തമ്മിലും കൂടി ചർച്ച ഉണ്ടായിനി. കുഞ്ഞിനെ തലയാ കാലാദ്യം പുറത്തു വരുത്തുന്നു. നമ്മളെന്താ പറഞ്ഞ് ആരും പ്രസവിക്കുന്നത് കണ്ടിട്ടില്ലെന്ന് അല്ലേ? നമുക്ക് നോക്കി പരിശോധിക്കാം. ബഹുമാനപ്പെട്ട കെ ഉസ്താദ് എന്താക്കും? പള്ളിയിൽ വരുമ്പോൾ കുടയെടുക്കുമ്പോൾ ഇങ്ങനത്തെ അഴിയുണ്ട്. ആ അഴിൻ്റെ അവിടെ എന്താക്കി കുട തൂക്കിയിടും പുറത്തേക്ക്. ആദ്യം എന്താക്കി തരാം, കുടൻ്റെ പൊടിയും വലിച്ച് വെക്കുമ്പോൾ ഒരു ഇല്ലി അവിടെ കുടുങ്ങി മറ്റേ ഇല്ലിങ്ങി ഗിൽസിന് കുടുങ്ങിയിട്ടെല്ലാം കൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ല. ഞാൻ പോയിട്ട് എന്ത് പറഞ്ഞു, ഞാനെടുത്ത് തരാമെന്നിട്ട് തല അപ്പുറമാക്കിയിട്ട് കാലോട് ഇങ്ങനെ ഇടിച്ചു. ഞാൻ പറഞ്ഞു ഇതില്ല മനസ്സിലാക്കാമല്ലോ, കാലാദ്യം പുറത്ത് വന്നപ്പോൾ ഒരു കാലം ഉള്ളിലുണ്ടാവും, ഒരു കാലം പുറത്തുണ്ടാവും. കെ ഉസ്താദിൻ്റെ കുട പിടിക്കുക മാതിരിയൊന്നും ഉണ്ടാവില്ല. ഇതാണേത്? അസത കൊണ്ട് മോസന്നെ കണ്ടെത്തല്. അപ്പോൾ അത് കാണണമെന്നില്ല. പോട്ട് കോയമുട്ടൻ്റെ ബണ്ണം. നിങ്ങൾ കിള്ളിച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ട് പൊണ്ണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ ആദ്യം പോയി വീണതിന് ശേഷം കെയ്മന്ത് പോയതിൽ അത് കൂർപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പം അസർ ഉപയോഗിച്ച് മുഅസ്സിറിനെ കാണലാരാന്ന്? ദ്വാഫകളാണ്, കായിനാത്ത്. അതാണ് ആ അസർ ഉപയോഗിച്ച് മുഅസ്സിറിനെ കണ്ടെത്തും. ഫഹാദാ മഖാമുൽ മുസ്തദില്ലീന ദ്വഅഫാ എന്ന് പറഞ്ഞു. ദ്വഅഫാക്കളായ മുസ്തദില്ലീങ്ങളാണ്. ആദ്യം അള്ളാനെ കണ്ടിട്ട് പടപ്പുള്ള വയ്യക്കാണലാണെങ്കിൽ അവർക്ക് വലിയ ഡിഗ്രി അധികമാണ്. അതൊക്കെ ഇപ്പോൾ അവർ രണ്ടെണ്ണം കഴിഞ്ഞ് كيف يتصور أن يحجبه شيء وهو الذي ظهر في كل شيء. എല്ലാ സാധനം ലാഹിറായി എന്ന് പറയും. അതിന് ഒരു ഖിലാഫുണ്ട്. അതാണ് ബിദാത്തിഹി, ദാത്ത് കൊണ്ട് ലാഹിറായിട്ടുണ്ട് എന്നാണ് കമാ യഖൂലുഹു അഹ്ലു ശുഹൂദ്, ശുഹൂദിൻ്റെ അഹ്ലുകാർ പറയാറുള്ളത്. പക്ഷേ കൈഫിയത്ത് എങ്ങനെ പറയാൻ കഴിയില്ല. എന്നാലോ ഔ ബി മഹാസിനി സിഫാത്തിഹി വ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ സിഫാത്ത് കൊണ്ടും അസ്മാവ് കൊണ്ടും ലാഹിറായി എന്നാണ് അരുമലക്കമായ യഖൂലുഹു അഹ്ലുൽ ഹിജാബ്, ഹിജാബിൻ്റെ അഹ്ലുകാർ പറയും. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. സംഗതി നോക്കിയാൽ അസ്മാവും ദാത്തിനെ തൊട്ട് പിരിയലുണ്ടാകും സിഫാത്ത്. അപ്പോൾ സിഫാത്ത് കൊണ്ട് പ്രകടമായ ദാത്ത് കൊണ്ട് എന്നോട് താപിയേറ്റ് വരും. ചിലപ്പം മറ്റേതും മത്തും പോകാം, തിരിച്ചും വരും. ഫല്ലശിയ കുല്ലുഹ, അതുകൊണ്ട് എല്ലാ വസ്തുക്കളും
മജാലി വ മദാഹിറു ലിളുഹൂരി മആനി അസ്മാഇഹി. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നൻ്റെ മഅനകൾ ലാഹിറാവാനുള്ള മദ്ഹറുകളാകുന്നു. ഒരു ഉദാഹരണം പറയുന്നതാ, അല്ലത്തി ഹിയ തഫാസീലു മആനി സിഫാത്തി. അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ സിഫാത്തിൻ്റെ മഅനയുടെ തഫ്സീലാണ്. സിഫാത്തിൽ നിന്നാണല്ലോ അസ്മാ പഠിക്കുന്നത്. അത് പരസ്പരം മുത്തലാസിമാനിയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞത് ഇസ്മ് അല്ലേ? അപ്പോൾ റഹ്മത്തുണ്ടല്ലോ. ഖാദിർ എന്ന് പറയുമ്പോൾ ഇസ്മാണെങ്കിൽ അതിന് കുദ്റത്തുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫയദ്ഹറു ഫി അഹ്ലിൽ ഇസ്സത്തി. ഇസ്സത്തിൻ്റെ അഹ്ലുകാർ നമുക്ക് ലാഹിറാണ് എന്താ? കൗനുഹു മുഇസ്സൻ. അല്ലാഹു തആല അവനെ മുഇസ്സായി. അല്ലാഹു തആല മുഇസ്സായി മാറി. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ചില പടപ്പെന്താ? ഇസ്സത്തുള്ള ആളായി. അതുകൊണ്ട് തുഇസ്സു മൻ തശാഉ. വഫി അഹ്ലി ദില്ലത്തി. ദില്ലത്തിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹുവിനെ കാണുന്നത് എങ്ങനെ? കൗനുഹു മുദില്ലൻ. വഫിൽ അഹ്യായി. ജീവനുള്ള ആളുകൾ എന്താക്കും? മാന ഇസ്മിഹി മുഹ്യി എന്ന ഇസ്മിൻ്റെ മാന കാണും. വൈന്ദ സൽബിൽ അർവാഹി. അർവാഹിനെ ഊരിക്കളഞ്ഞ് എന്നാലാകും ഇസ്മുഹു അൽ മുമീത്ത്. മുമീത്ത് എന്ന ഇസ്മിൻ്റെ ദുഹൂർ വന്നു. വൈന്ദൽ ലതാ. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം കൊടുക്കുന്നു. മാന ഇസ്മിഹിൽ മുഅതി. മുഅതി എന്ന ഇസ്മിൻ്റെ മാന വരും. വൈന്ദൽ മൻ. ഈ ഒരാൾക്ക് ഒന്നും കിട്ടുന്നില്ല, തടഞ്ഞു പോകുന്നു, എന്നാലോ മാന ഇസ്മിഹിൽ മാനിൻ്റെ ഇസ്മിൻ്റെ മാന വന്നു. വൈന്ദ ഇഫാദത്തിൽ ഫളിലി. അല്ലാഹു തആലയുടെ ഔദാര്യം കോരിച്ചൊരിയുന്ന അവസരത്തിൽ മാന ഇസ്മിഹിൽ കരീം. കരീം എന്ന ഇസ്മിൻ്റെ മാന വന്നു. വൈന്ദ ഇജാബത്തി ദുആ. ദുആക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്ത് പറയും? മാന ഇസ്മിഹിൽ മുജീബ്. ഇല്ലേ? അപ്പം ഇവിടെ മദാഹിർ കുറേ ഉണ്ട്. ദുആക്ക് ദ്വാരുന്ന ആളും ദുആക്ക് ഉത്തരം കിട്ടിയ ആളുമുണ്ട്. അപ്പോൾ ഇജാബത്ത് എന്ന ഫെയിലുണ്ട് അല്ലാഹ്ക്ക്. മുജീബ് എന്ന ഇസ്മും വന്നു. പോത്തണക്കിയാണ്ടില്ലേ? ഇവിടെ മദാഹിറാണ്. ഒരു ഫുലാന് ഫുലാൻ മഴക്ക് വേണ്ടി ദ്വാരുന്നപ്പോൾ ദ്വാക്ക് ഉത്തരം കിട്ടിയെന്ന് തന്നെ ദായിയുണ്ട്, ദ്വായി എല്ലാം ഉണ്ട് ഇവിടെ. ഇതെൻ്റെ മദ്ഹർ. വൈന്ദ തസ്നീത്തിഹിൽ മലാർ. ബുദ്ധിമുട്ടുകളെ അല്ലാഹു തആല ലഭിക്കുന്ന അവസരത്തിൽ. അതുപോലെ വജൽ ബിൽ മനാഫി. മനാഫിനെ അവനക്ക് ഇറക്കുമതി ചെയ്ത് കൊടുക്കുമ്പോൾ മാന ഇസ്മിഹിൽ ദാർ അന്നാഫി. എവിടെ? ദാർ അടുത്തേക്ക് നോക്കിയിട്ട് തസ്നീത്തിഹിൽ മലാറിലേക്ക് നോക്കിയിട്ട്. നാഫിയോ? നാഫിയിലേക്ക് നോക്കിയിട്ട്. ഇലാ ഗൈരിൽ അല. അങ്ങനെ തീരോളം വച്ചോണം. ഇനി കൈഫ യതസബ്ബറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അല്ലദീ ളഹറ ലികുല്ലി ശൈഇൻ എന്നാവും. അല്ലാഹു തആല എല്ലാ ഷൈഇനും ളാഹിറൻ ഐ തജല്ലാ ലികുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ തജല്ലിയുണ്ട്. ഹത്താ അറഫഹു. ആ കുല്ലു ഷൈ എന്താണെന്നറിയോ? അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ട്. കുല്ലു ഷൈ അള്ളാഹിനെ അറിയും. എന്തുകൊണ്ടാണ്? അറിഞ്ഞതുകൊണ്ടാണല്ലോ ഇമ്മിൻഷനില്ല യുസബ്ബിഹു ബിഹംദിഹി. ഓരോ വസ്തുക്കളും ബാക്കിയല്ല അള്ളാഹ്ക്ക് തസ്ബീഹ് അല്ലാണ്ടെന്ന്. അതാ വലിദാ കാന സാജിദൻ ലഹു. ഏത് വസ്തുവും അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആനിലില്ലേ? മുസബ്ബിഹൻ ബിഹംദിഹി. അള്ളാഹിൻ്റെ ഹംദോടുകൂടി തസ്ബീഹും ചൊല്ലുന്നുണ്ട്. പക്ഷേ വലാകില്ല നഫ്ഹു ദാലിക്. നമുക്ക് തിരിയുന്നില്ല എന്നേ ഉള്ളൂ. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകില്ല തഫ്ഖഹൂന തസ്ബീഹഹും എന്നാണ്. അപ്പോൾ അതിൻ്റേതായ ഓരോന്നിനും അതിൻ്റെ സുജൂദും അതിൻ്റെ തസ്ബീഹ് അതിനുണ്ട്. ഫകുല്ലു ശൈഇൻ ആരിഫൻ ബിഹി. എല്ലാ വസ്തുക്കളും അള്ളാഹിൻ്റെ ആരിഫാണ്. അലാ ഖദ്രി തജല്ലീഹി. അതിന് തജല്ലിയിൽ ജമാദാത്തിലുണ്ടാകും, നബാത്താത്തിലുണ്ടാകും, ഹൈവാനാത്തിലുണ്ടാകും, ഇൻസാനിൽ കുറെ കൂടുതലായിട്ടുണ്ടാകും. ആണോ? എനിക്ക് അക്കിൽ കൊടുത്തിട്ടുണ്ട്. വൈൻ കാന ഫിൽ അശ്യാഇ മൻ ലാ യുഖദ്ദിറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അള്ളാഹിൻ്റെ ഖദറിനനുസരിച്ച് അള്ളാഹിനെ ബഹുമാനിക്കാത്ത ആളുകൾ ചില ആളുണ്ടെങ്കിലും പരോക്ഷമായിട്ട് എന്താക്കുന്നത്? അള്ളാഹ് കീഴ് കൊടുക്കുന്നുണ്ട്. അള്ളാഹിനെ നിഷേധിക്കുന്ന ആളും അവൻ്റെ ഖദർ അംഗീകരിക്കാത്ത ആളും ഉണ്ടെങ്കിലും ഉള്ളിലെന്തുണ്ട്? അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ടാണ് ലിനഖ്സി മാരിഫത്തിഹി. അവൻ്റെ മാരിഫത്ത് കുറഞ്ഞത് കൊണ്ടാണ് എന്താക്കുന്നത്? അള്ളാഹിനെ നിഷേധിക്കുന്നത്. എന്നാൽ നമുക്ക് ഉസൂരിഹ. അവൻ്റെ നഫ്സ് മാരിഫത്തിൻ്റെ പോരായ്മ കൊണ്ടും. ലാ ലിൻതിഫായി അസ്ലി. അസ്ലി തീരെ ഇല്ലാത്തത് കൊണ്ടല്ല.
ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ അവ കസീറും മിനന്നാസ്. അവിടെ കസീറിന് കുറച്ചാൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലുണ്ടാല് സൂറത്ത് ഹജ്ജില്ല എന്നിടത്തൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇടഭാഗത്തെ പേജിൽ വേണം. അഞ്ചാ അതപ്പോൾ നിങ്ങൾ ആ പേജും എന്നാ സൂറത്ത് പറഞ്ഞു നജീബ് പറഞ്ഞു ഏത് ഹജ്ജിലാ പേര് പറഞ്ഞു. ഉണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. കസീറും മിനന്നാസ് എന്ന് അള്ളാഹ് തള്ളി പറഞ്ഞ കുറച്ച് കൂട്ടരുണ്ട് ഇവിടെ. പക്ഷെ ഓനിക്ക് അസല് മാരിഫത്ത് ഇല്ല എന്നല്ല. മാരിഫത്തിൽ കുസൂറ് വന്നപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഓനിക്ക് മറ്റുള്ള എന്തെല്ലോ ഈസങ്ങൾ അവനെ പൊടികൂടിയപ്പോൾ അതാണ് തള്ളുന്നതാണ്. അല്ലാണ്ട് ബുദ്ധിനെ സ്വതന്ത്രമായി വിട്ടാൽ അള്ളാഹ് തള്ളാൻ കഴിയില്ല. അവിടെ എല്ലാ നാസൊന്നും പറഞ്ഞിട്ടുമില്ല. മറ്റുള്ളതിന് കസീറും ഖലീലൊന്നും പറഞ്ഞില്ല. വ കസീറുൻ ഹഖ അലൈഹിൽ അദാബ്. ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുന്ന കുറച്ച് കൂട്ടരുണ്ടല്ലോ. كيف يتصور أن يحجبه شيء وهو الظاهر قبل وجود كل شيء. എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ലാഹിറാണ്. അതുകൊണ്ട് ലി തഹഖുഖി ഹാദൽ ഇസ്മി ലഹു അസലത്. അസലെന്ന് പറഞ്ഞാലോ അങ്ങേ ഖദീമായ അതിൻ്റെ അപ്പുറമുള്ള അക്കാലത്ത് തന്നെ അല്ലാഹു തആലക്ക് ലാഹിർ എന്ന ഇസ്മുണ്ട്. വ അബദൻ, ഇനി എത്ര കാലം ബാക്കിയുണ്ടോ അപ്പോഴും. അപ്പോൾ ളുഹൂറുഹു തആല ദാതിയ്യുൻ ലഹു. അല്ലാഹു തആലാന്റെ ളുഹൂർ ദാതിയാണ്. ഗൈറു മുക്തസബിൻ വലാ മുസ്തഫാദിൻ വലാ മഅലൂൽ. അത് സമ്പാദിച്ചുണ്ടാക്കിയതോ മറ്റൊന്നിൽ നിന്ന് കടമെടുത്തതോ മറ്റൊന്നിൻ്റെ കാരണത്താലോ ഉണ്ടായതല്ല. എന്നാലോ ഇപ്പോൾ ളുഹൂറുൽ അക്വാൻ, അക്വാനിൻ്റെ ളുഹൂറുണ്ട്. ഇപ്പോൾ അത് നാശിഉൻ മിൻ തജല്ലീഹി അലൈഹാ. അതിൻ്റെ മേൽ അല്ലാഹു തആല തജല്ലി കാരണത്താലാണ് ബിസഫത്തിൽ ളുഹൂർ. ലാഹിർ എന്ന ഇസ്മിൻ്റെ മസ്തറാണ് ളുഹൂർ. ആ ളുഹൂർ അപ്പോൾ ഫകൈഫ തകൂനു ഹാജിബത്തൻ ലഹു. അപ്പോൾ അള്ളാഹിൻ്റെ ളുഹൂർ എന്ന സിഫത്ത് കൊണ്ട് ഉണ്ടായ സാധനം അള്ളാഹിനെ എങ്ങനെ മറച്ചു പിടിക്കുക? കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അദ്ഹറു മിൻ കുല്ലി ശൈഇൻ. 10ഓളം വജഹുണ്ട് മൂപ്പർ. എല്ലാ ഷൈനേക്കാണ് അദ്ഹറവനാണ്. എന്തുകൊണ്ട്? അസ്ൽ വുജൂദായിരിക്കാനുള്ളത് അല്ലാഹ്ക്കല്ലേ. അതാണ് ലിഅന്നൽ വുജൂദ അദ്ഹറു. അടുത്ത കാരണം കണ്ടെന്ന് ഒന്ന് ലിഅന്നൽ വുജൂദ അദ്ഹറു മിനൽ അദമി അലാ കുല്ലി ഹാൽ. അത് ഇല്ലത്തുണ്ട്. വുജൂദ് എന്നുള്ളത് അദവിനാക്കാണ്, അദ്ഹറാണ് എല്ലാ അവസരത്തിലും. ഇനി 2 വലിഅന്നൽ ളുഹൂറ ദാതിയ്യ അഖ്വാ മിനൽ അർളിയ്യി. ദാതിയ്യായ ളുഹൂർ അല്ലാഹ്ക്കുണ്ട്, മറ്റുള്ളതിന് അർളി മറ്റൊരാൾ കൊടുത്തത്. അപ്പോൾ ഏതിനാ പവർ അധികം? ദാത്തിക്ക്. വൽ ളുഹൂറുൽ മുത്ലഖു 3 വൽ ളുഹൂറുൽ മുത്ലഖു അഖ്വാ മിനൽ മുഖയ്യദി. മുത്ലഖായ ളുഹൂർ അല്ലാഹ്ക്കുള്ളത്, മുഖയ്യദായ ളുഹൂർ അവനുണ്ടാക്കി തന്നിട്ടുണ്ടായ ളുഹൂർ. അപ്പോൾ കവിയുണ്ട് വദ്ദായിമു അഖ്വാ മിനൽ മുൻസലിമി. ദായിം ഏതാണ്? അല്ലാഹു തആലാക്കുള്ള ളുഹൂറാണ്. മിനൽ മുൻസലിം ഏതാ? നശിച്ചു പോകുന്നത്. അത് പടപ്പുകൾക്കുള്ളത് കേട്ടോ. അപ്പോൾ എത്ര ഇല്ലത്താണ് പറഞ്ഞത്? ലിഅന്നൽ വുജൂദ അദ്ഹറു മിനൽ അദമി അലാ കുല്ലി ഹാൽ 1 വലിഅന്നൽ ളുഹൂറ ദാതിയ്യ അഖ്വാ മിനൽ അർളി 2 വല്ലുഹൂറുൽ മുത്ലഖു അഖ്വാ മിനൽ മുഖയ്യദി 3 വദ്ദായിമു അഖ്വാ മിനൽ മുൻസലിമി 4. കണ്ടോ? എന്നാൽ പിന്നെ ഇത്രത്തോളം ളുഹൂറുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? നിന്റെ കണ്ണ് പോരായിട്ട്, നിന്റെ കണ്ണ് പോരാ. അതാ പറയുന്നു. കണ്ണ് പോരാത്തതിന് മറ്റേ കുറ്റം പറ്റുന്നുണ്ട്.
വൈന്നമാലം യുദ്രക് അവൻ്റെ ദുഹൂറ് പിടുത്തം കിട്ടാത്ത എന്താണ് ലില്ലുഖൂലി അക്കലുകൾക്ക് മാ ഷിദ്ദത്ത് ദുഹൂർ നിങ്ങൾ പറഞ്ഞെടുത്തോളം ഷിദ്ദത്ത് ദുഹൂറുണ്ടെന്നല്ല പറഞ്ഞത്. അത് അന്ന ഷിദ്ദത്ത് ദുഹൂരി ഷിദ്ദത്ത് ദുഹൂർ കടുപ്പമായാൽ ലാ യുതീഖുഹൽ ദുഅഫാക്കൾക്ക് താങ്ങാൻ കഴിയൂല. അപ്പോൾ എന്താ ഷിദ്ദത്ത് ദുഹൂർ എന്നുള്ളത് ഖഫായിന് കാരണമായി. ലൈറ്റ് കൊണ്ട് അവിടെ ഇല്ലേ ഞാൻ കുറുമ്പുണ്ടാ പണ്ട് പാടത്താലും സിയാത്തിൻ്റെ പാടുണ്ട് ഓരോ മറച്ച് എഴുതി വെച്ചിട്ട് വായിക്കാനേ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞാൽ ആ ലൈറ്റൊന്ന് കിടത്തിയാട്ടെ. ലൈറ്റ് കിടത്തിയപ്പോൾ എന്താക്കി വായിക്കാൻ കിട്ടി. അതങ്ങനെ അപ്പുറത്തെ ലൈറ്റ് എന്താക്കി കണ്ണി മറിച്ച് ഫ്രെയിം ചെയ്ത കണ്ണാടി കണ്ട് അതിൻ്റെ പ്രതിബിംബം കാണുമ്പോൾ എഴുത്ത് വായിക്കാൻ കിട്ടില്ല. കണ്ണിന് ഹിജാബാക്കി പ്രകാശം കൊണ്ട് ഹിജാബാക്കുന്ന ട്രെയിൻ. ആ ലൈറ്റും കിടത്തിയപ്പോൾ ശരിക്കും വായിച്ച്. ഇപ്പോൾ കണ്ണുമ്പോൾ ലൈറ്റ് അടിച്ചാൽ എന്താ ഉണ്ടായാൽ ഒന്നും കാണൂല. അതല്ല അങ്ങനെ എതിരെ വരുന്ന വണ്ടി മുട്ട കണ്ടു വെച്ചാൽ ഇവർക്ക് കൊണ്ടുപോകുകയോ റോഡ് ശരിയുണ്ടെന്ന് ഒന്നും കാണൂലല്ല. അതുകൊണ്ട് ഓരോ തരീക്കത്തിൽ പറഞ്ഞു ലൈറ്റൊന്ന് ദേശം കുറച്ച് കൊടുക്കണേ. ആ തരീക്കത്തിൽ കൂടാത്തത് കൊണ്ട് ഓരെന്താക്കില്ല അതിൻ്റെ അത് പഠിച്ചിട്ടില്ല. തരീക്കത്ത് ഡ്രൈവർ ചെയ്യില്ലേ ഈ പച്ച തരീക്കത്ത് കേട്ടല്ല തരീക്കത്ത്. അത് അക്കാൽ ഖുഫാഷ് എന്നൊരു പക്ഷിയുണ്ട്. അത് യൂബിസുറു ബില്ലയിൽ അത് രാത്രിയാന്നോലും കണ്ടു കാണില്ല. ഖുഫാഷ് അതെന്താണ് ദൂനഹാരി പകല് കാണൂല. എന്താ കാരണം? ലാലി ഖഫായിൻ നഹാരി പകലിൽ വെളിച്ചയില്ലായിട്ടല്ല, വസ്തിസ്ഥാരി പകല് മറിഞ്ഞു കിടക്കുന്നത് കൊണ്ടല്ല, ബല്ലിഷിദ്ദത്തി ദുഹൂരിഹി പകല് കടുപ്പം കൂടിയപ്പോൾ ഇതിന് കണ്ണിന് കാണുന്നില്ല, കണ്ണിനെ തളർത്തിക്കളഞ്ഞു. ഈ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി ഇഹയ്യൊരു ബാബ് തന്നെ ഉണ്ട്, സിദ്ദത്തുൽ ദുഹൂരിൽ ഖഫാവൂൻ. സിദ്ദത്തുൽ ദുഹൂരി ഖഫായിനെ ഉണ്ടാക്കും എന്നതിന് ഇഹയ്യൊരു ഒരു ബാബ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ ഉണ്ടല്ല ഹംസയിലുണ്ട്, സിദ്ദത്തുൽ ദുഹൂരിൽ ഖഫാവൂൻ. മുസ്ലിം ഇമാമിൻ്റെ ഹംസയിലുണ്ട്. പകലിൻ്റെ ദുഹൂർ കടുപ്പം കൂടി. എന്താണ്? ഫൈന്ന ബസറുൽ ഖുഫാഷ് ലഈഫ്, ഖുഫാഷിൻ്റെ കണ്ണ് എന്നുള്ള ലഈഫാണ്. യുബഹിറുഹു നൂറു ശംസ്, സൂര്യൻ്റെ പ്രകാശം വന്നാൽ അത് മങ്ങലേൽപ്പിച്ചു, പകല് കാണൂല. ഇതാ അശറഖത്ത്, ഇത് സൂര്യൻ കടുപ്പം കൂടിയായിരിക്കും. അപ്പോൾ ഫയകൂനു ശിദ്ദത്തു ദുഹൂരിൻ നഹാരി, പകലിൻ്റെ ശിദ്ദത്തുൽ ദുഹൂർ എന്തായി? മഅ ദുഅഫി ബസരിഹി, അതിൻ്റെ കണ്ണിന് ദുഅഫ് വന്നപ്പോൾ സബബൻ ലിംതിനാഇ ബിസ്സാരിഹി, പകൽ സമയത്ത് കണ്ണ് കാണാണ്ടാക്കി കളഞ്ഞതാണ്. അപ്പോൾ ഫലാ യറാ ശൈഅൻ, എപ്പോഴും പിന്നെ വൈകുന്നേരമാകണം. അതാണ് ഇത് പറഞ്ഞ് ഇതാ അശറഖത്ത് എന്ന് അപ്പുറം പറഞ്ഞില്ലേ, വൈകുന്നേരം കാണും. ഇല്ല ഇദം തജൽ ലലാമു ബില്ലൗഇ, സൂര്യൻ്റെ പ്രകാശവും രാത്രിയുടെ ഇരുട്ടും കൂടി കൂടിക്കിടന്നിട്ട് സന്ധ്യ വേള എത്തണം, അന്നേരം അതിന് കാഴ്ച കാണുള്ളൂ. അപ്പം അതിൻ്റെ ഏത് പകലിൻ്റെ ദുഹൂർ കുറച്ച് ശക്തി കുറയുകയും വേണം. അപ്പം ഫകദാലിക, ഇതുപോലെ അൽഉഖൂലു ലഈഫത്തുൻ, ഖുഫാഷിൻ്റെ കണ്ണ് പോലെയാണ് ഇത് നമ്മളെ അക്കലുകൾ. വജമാലുൽ ഹദ്റത്തിൽ ഇലാഹിയ ഫീ ഗായത്തിൽ ഇശ്റാഖ് വൽ ഇസ്തിനാറ, പ്രകാശം പരത്തുന്ന വിഷയത്തിലും ഇശ്റാഖിലും അങ്ങേയറ്റമാണ്. ഫസാറത്ത് ശിദ്ദത്തുൽ ദുഹൂരി സബബൻ ലിഖഫാഇഹി, ശിദ്ദത്തുൽ ദുഹൂർ എന്തായി മാറി? ഖഫായിന് കാരണമായി മാറിയുന്ന. ഇനി തീർന്നിട്ടില്ല. കൈഫ യുതസബ്ബറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവൽ വാഹിദുൽ ലദീ ലൈസ മഅഹു ശൈഉൻ. അപ്പോൾ ഹാജിബ് എന്ന സാധനം മൗജൂദല്ല, ഓൻ വാഹിദാണ്, അതിൻ്റെ കൂടെ ഒന്നില്ല. അപ്പോൾ ഹിജാബിടാൻ ആരും ഇല്ലല്ലോ ഇവിടെ. അതാ പറയുന്നത് ഇത് കുല്ലു ശൈഇൻ സിബാഹു അദമുൽ ലാ വജൂദ ലഹു, നേരത്തെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അല തഹ്ഖീഖ്, അതുകൊണ്ട് ഫലൈസ സമ്മ ശൈഉൻ യഹ്ജുബുഹു, ഹിജാബിടാൻ അവിടെ മറ്റൊരു സാധനമില്ല. ഇതിൽ വുജൂദുൽ ഹഖീഖിയു കുല്ലുഹു ലഹു, ഹഖീഖിയ വുജൂദ് കംപ്ലീറ്റ് അല്ലാഹ്. വലാ ശൈഅൻ മിൻഹു ലിഗൈരിഹി, ഹഖീഖിയ വുജൂദ് ആയിരിക്കില്ല, അല്ലാഹു അല്ലാത്ത ഗൈറിനില്ല. പിന്നെ ഹിജാബിൽ ഇടാണ്ട് ഹാജിബില്ലാഞ്ഞാൽ പിന്നെ ഹിജാബില്ലല്ലോ. കൈഫ യുതസബ്ബറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവ അഖറബു ഇലൈക മിൻ കുല്ലി ശൈഇൻ,
എല്ലാ വസ്തുക്കളെക്കാളും അക്രം അള്ളാഹുവാണ് എന്നുള്ള ഈ സുബൂത്തി ഇഹാതതിഹി ബിക, അവൻ ഇഹാത്ത അള്ളാഹു മിൻമറാഇഹി മുഹൈത്ത് എന്ന് പറഞ്ഞാൽ കാരോട് വെല്ലുകെട്ടല്ലല്ലോ. അള്ളാഹിൻ്റെ ഖുദ്റത്ത് ഇവനോട് താലൂക്ക്, ഇൽമി ഇവനോട് താലൂക്കായിട്ടുണ്ട്. ഇൽമ താലൂക്ക ഇവൻ്റെ എല്ലാ ഏറ്റവും സെറ്റ് ലാഹിദും ബാത്തിനും ജുസിയും കുല്ലിയുമായ എല്ലാ കാര്യവും അള്ളാഹിൻ്റെ ഇൽമി ഇഹാത്ത ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അവൻ്റെ ഖുദ്റത്ത് ഇഹാത്ത ചെയ്തിട്ടില്ലേ, ഇറാദത്ത് ഇഹാത്ത ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇറാദത്തും ഖുദ്റത്തും, അതിനുശേഷം ഇവൻ്റെ റഹ്മത്ത് എന്തെല്ലാം കൊടുത്തിട്ട് റഹ്മത്ത് ഇഹാത്ത ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 10ഓളം സിഫാത്തുകൾ ഇവൻ ഇഹാത്ത ചെയ്തുകൊണ്ടാണ് അതങ്ങനെ ഒരാളായിട്ട് പോകുന്നത്. ഏതെങ്കിലും ഒന്ന് പിൻവലിച്ചാൽ അതിൻ്റെ കുറവാടെ വരും. അന്നിങ്ങനെ പറഞ്ഞു കിട്ടിയെന്നല്ല അതിൻ്റെ മേലാണ്. അത് തന്നെയാണ് ഏതും വഖയ്യൂമിയ്യതിഹി അലൈക, നിൻ്റെ മേലിൽ അല്ലാഹു തആല ഖയ്യൂമായി നിലനിൽക്കുന്നുണ്ടെന്നതും. ഖാല അല്ലാഹു തആല വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫഹുവ ഖരീബു ലനാ ബിദാതിഹി, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ദാത്ത് കൊണ്ടാണോ സിഫാത്ത് കൊണ്ടാണോ എന്ന ഖിലാഫ് ഷുഹൂദിൻ്റെ അഹ്ലുകാരടുക്കൽ ദാത്തി തന്നെയാണ്. ഹിജാബിൻ്റെ അഹ്ലുകാർക്ക് ദാത്തി പറയൂല, സിഫാത്ത് കൊണ്ടെന്നേ പറയുള്ളൂ. അതിൻ്റെ ഇവിടെയും പറയുന്നത് ഫഹുവ ഖരീബുൻ ലനാ ബിദാതിഹി ഇൻദ അഹ്ലി ഷുഹൂദ് വഅമ്മാ അഹ്ലുൽ ഹിജാബ് ഫയഖൂലൂന ഹുവ ഖരീബുൻ ബിഇൽമിഹി വഖുദ്റതിഹി വഇറാദതിഹി ഇലാ ഗൈരി ദാലിക. അങ്ങനെ കൂടെ പറഞ്ഞു സിഫാത്ത് കൊണ്ടാന്ന് അല്ല. പണ്ടേത് ഒരു ഔലിയ പറഞ്ഞു അതിലൂടെ കുഴപ്പമില്ലാക്കിയത്. കുറേ ഉണ്ടല്ലോ ആ ബപ്പിനെത്തിക്കല്ലേ. 5 മിനിറ്റ്. എന്തെങ്കിലും ഒരു ഷൈഇ അവന് ഹിജാബിടലെങ്ങനെയാണ്. വലൗലാഹു മാ കാന വുജൂദു കുല്ലി ഷൈഇൻ, അവനെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഷൈഇൻ്റെ വുജൂദൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. മാ എന്നുള്ളത് നഫിയാണ്. മാ കാന വുജൂദു കുല്ലി ഷൈഇൻ. എന്നിട്ടോ ഹത്തസ്തദല്ല ബിഹിൽ മുശാഹിദൂന അലൽ അഷ്യാ, അതാ മുശാഹിദീങ്ങൾ അള്ളാഹിനെ കൊണ്ട് തെളിപിടിക്കുകയാണ് അഷ്യാക്കളെ പേരിൽ. നേരത്തൊന്നും പറഞ്ഞിട്ടുണ്ട്, അഷ്യാക്കളെ കണ്ടിട്ട് അള്ളാഹിനെ പേര് തെളിപിടിക്കും. ഇവിടെ എന്താക്കും, ആദ്യം അവനെ കൊണ്ട് തെളിപിടിച്ച് അഷ്യാക്കളുണ്ട് പിന്നെ കാണുന്നു. അതാണ് ഖാല അല്ലാഹു തആല അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. മറ്റായത്തിൻ്റെ ബാക്കി സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അപ്പോൾ ഡിഗ്രി മുകളിലോട്ട് കയറി. ഇനി അള്ളാഹ് തന്നെ ഷഹീദായിട്ട് പോരാ, എന്തിനാ തെളിവ് തന്നു. ഇനി എന്താ പറയാൻ പോകുന്നത്, മുസഫിൻ്റെ ഇബാറത്തിൽ മാ കാന വുജൂദു കുല്ലി ഷൈഇൻ എന്നുള്ളൊരു കുല്ലട കടന്നു എന്നാ പറയുന്നത്. ഹിക്മിൻ്റെ മത്തിൽ നോക്കടാ, മാ കാന വുജൂദു കുല്ലി ഷൈഇൻ, ആ കുല്ല് വേണ്ടായിരുന്നു. വുജൂദു ഷൈഇൻ, ഒരു ഷൈഇൻ്റെ വുജൂദില്ല എന്നാ പറയേണ്ടത്. ശ്രദ്ധിച്ചിട്ടില്ല. അലാ കുല്ലി ഷൈഇൻ ഖദീൻ്റെ കുല്ലല്ല, ആയത്തിലല്ല പറയുന്നത്. മുസന്നിഫിൻ്റെ മത്തിനിൽ മാ കാന വുജൂദു കുല്ലി ഷൈഇൻ, അപ്പോൾ കുല്ലി ഷൈഇൻ്റെ വുജൂദ് എന്നാ പറഞ്ഞു വരും. അപ്പം എന്താ അതിൽ കുറച്ച് ബാക്കി വരും. കുട്ടികൾ നാട്ടിൽ പോയിനാ, എന്താ ഉത്തരം? എല്ലാവരും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന്? എല്ലാവരും പോയിന്നാ അല്ല കുറച്ചാൾ ബാക്കിയിരുന്ന അങ്ങനെ വരിക. അള്ളം വന്നാ എല്ലാവരും എത്തിയിട്ടില്ല. അപ്പം കുറച്ചാൾ ബാക്കിയുണ്ട്. ആ മയനയിൽ ഇപ്പോൾ കിട്ടിയ മാ കാന മാ നഫിയാണ്. കാന വുജൂദ് കുല്ലി ഷൈന, കുല്ലു ഷൈൻ്റെ വുജൂദ് ഉണ്ടാവില്ല. അതാണ് ഒരു ഷൈൻ്റെയും വുജൂദില്ല എന്നാ കിട്ടേണ്ടത്. അതാ പറയുന്നത്. ഏത് വല്ലോ വസ്കത്ത് ലഫുന്ന കുല്ലിൻ, മത്തിനിൽ നിന്ന് കൊല്ല് എന്നുള്ള ലഫത് കടഞ്ഞിരുന്നുവെങ്കിൽ ലക്കാന അൽഹറ, കൂടുതൽ വെളിവാകുമായിരുന്നു. ഇഫാദത്തിൽ ഉമൂം ഉണ്ടാക്കാൻ ഒരു ശൈ ഉണ്ടാവില്ല എന്ന് വരാണേ, പുല്ലവിടെ കൊടുക്കാൻ പാടില്ല. വൽ ഖസ്ദ്, ഇത്ര 10ഓളം വജ്ഹ് പറഞ്ഞു. ഇതെല്ലാം വൽ ഖസ്ദ് ബിഹാദൽ കലാമി അൽ മുബാലഗത്തു ഫീ നഫീൽ ഹിജാബ്, ഒരു വിധേനയുള്ള ഹിജാബും അള്ളാഹു താലാക്കില്ല എന്ന് മുബാറയോടുകൂടി പറയാൻ എന്താക്കിയത്, തിരിച്ചും മറ്റും പറഞ്ഞത്. ചിലതിനോട് ഒക്കുന്നുണ്ട് മായനയിൽ. നോക്ക്,
ഫലാ യളുറു കൗനു ഹാദൽ വജ്ഹി, ഇപ്പം സമാപിച്ചൊന്നുണ്ടല്ലോ ആ വജുഹും ബിമാനൽ വജിഹിൽ അവ്വലി, ഒന്നാമത്തെ വനും മാനയിൽ ഒന്നാകും. അപ്പോൾ ആവർത്തനാവും. ആവർത്തനാകലെന്നുണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം തീരെ ഇല്ലയെന്ന് വരുത്താൻ വേണ്ടി ആവർത്തിച്ച് പറഞ്ഞു എന്നേ വരുള്ളൂ. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. ഇനി ആദ്യത്തേതും ഇതും ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് ചിലർ പറഞ്ഞു പോലും, നമുക്ക് പറഞ്ഞിട്ട് എവിടെ എത്തിയില്ല. അതാ പറയുന്നത് വബഅദുഹും അസ്ബത തഗായുറ ബൈനഹുമ, ഇപ്പം പറഞ്ഞതിൻ്റെയും ഒന്നാമത് പറഞ്ഞതിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് സുബൂത്താക്കിയ ബിമാഫിഹി കുൽഫത്ത്, കുറേ പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ഏത് ഒന്നാമത് പറഞ്ഞ പ്രശ്നം തീർന്നു. അപ്പോൾ ആവർത്തനം ഒരു സംഗതി മുബാലാക്ക് വേണ്ടി ആവർത്തിക്കുമല്ലോ, 3 വട്ടമെല്ലാം പറയുന്നില്ലേ. എടുക്കട്ടെ, പക്ഷെ ചെയ്യാൻ കുറച്ച് പണിയുണ്ടാവും. സുഹൃത്തിൻ്റെ ഹളായാൽ മതി. എന്നാൽ പറയുന്നതെല്ലാം വളരെ കറക്റ്റാണ്.